പിച്ചിപ്പൂ തെച്ചിപ്പൂവും തലമുട്ടിയാടണ കണ്ടേ, പൂമ്പാറ്റകൾ വട്ടം ചുറ്റി തേനുണ്ട് പാറണ കണ്ടേ, തേനുണ്ട് പാറണ കണ്ടേ. നാടകം എൻ്റെ വ്യക്തിത്വത്തെ തന്നെ നന്നായിട്ട് മാറ്റിയെടുത്തിട്ടുള്ള, എൻ്റെ ഭാഷയെ മാറ്റിയെടുത്തിട്ടുള്ള, കാഴ്ചപ്പാടുകളെ മാറ്റിയെടുത്തിട്ടുള്ള ഒരു ഇടമാണ്. ദുൽഖർ എന്ന് പറയുന്നൊരു വളരെയധികം പോപ്പുലറായിട്ടുള്ള ആ ക്യാരക്ടറുമായിട്ടാണല്ലോ അവിടെ ഇഷ്യൂസ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു. എനിക്ക് സിനിമയുടേതായിട്ടുള്ള ഭാഷയുണ്ട്, വ്യക്തിത്വമുണ്ട്. നാടകം വേറൊരു മീഡിയം, അതിന് അതിൻ്റേതായിട്ടുള്ള നമ്മൾ ഈ വിഷ്വൽ ആർട്ട് എന്ന് പറയുന്ന രീതിയിൽ ചേർന്ന് നിൽക്കുന്നു. അഭിനയം എന്ന് പറയുന്ന കാര്യത്തിൽ ഗിവാൻഡ് ഇതൊക്കെ ഉണ്ട്. പക്ഷെ രണ്ട് മീഡിയമാണ്. കൊല്ലത്തിന് 3 മണവും ഒരു ചോരയുമാണെന്നാണ് പറയുന്നത്. ഇന്ന് നമ്മുടെ ഇവിടെ ഉള്ളത് ആരാന്ന് ചോദിച്ചാൽ ആരോ എന്ന ആളുകൾ എപ്പോഴും പറയും, ഓ ഇത് അയാളല്ലേ, ആ പടത്തിൽ ആ റോള് ചെയ്ത ആളല്ലേ എന്ന് പറയുന്ന ആളാണ്. ഇത് ഞാൻ 2015 ഞാൻ ഇദ്ദേഹത്തെ ആദ്യം പരിചയപ്പെടുന്ന സമയത്ത് എഴുതിയ ആർട്ടിക്കിളിന് ഞാൻ എഴുതിയ ഇൻട്രോയുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഇന്ന് രാവിലെ ഇരുന്ന് വായിച്ചപ്പോൾ തോന്നിയ ഏരിയയാണ്. I have been knowing him for like almost 10 years now, and I would call him as ഒരു ഗുഡ് ഹ്യൂമൻ സോൾ ആരാന്ന് പറഞ്ഞാൽ അത് രാജേഷ് ശർമ്മയാണ്. രാജേഷ് ശർമ്മ ആക്ടർ രാജേഷ് ശർമ്മയായിട്ടാണ് ഒരുപാട് പേർക്ക് അറിയുന്നത്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാം, ചാർലിയിലെ കൽപ്പനയുടെ ഭർത്താവായിട്ട് ചെയ്ത ആളെന്ന് പറയുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ എളുപ്പത്തിൽ ആളുകൾക്ക് പെട്ടെന്ന് കത്തും. പക്ഷെ അതിനപ്പുറത്തേക്ക് രാജേഷ് ശർമ്മ നാടകത്തിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുള്ള, നാടകം എന്താണെന്ന് മനസ്സിലാക്കി നാടകത്തിൻ്റെ എല്ലാ ആസ്പെക്റ്റുകളെയും കൃത്യമായി ജീവിതത്തിലും അതുപോലെ തന്നെ ചുറ്റുമുള്ള ആളുകളിലേക്കും പകർന്നു കൊടുക്കുന്ന ഒരു വ്യക്തിത്വമാണ്. നമുക്കിന്ന് രാജേഷ് ശർമ്മയോട് സംസാരിക്കാം. ഹലോ, നമസ്കാരം. വെൽക്കം ടു മലബാർ ജേണൽ. എന്തുണ്ട് വിശേഷം? വിശേഷമൊന്നും അശേഷമില്ല. അതെന്താ വിശേഷമൊന്നും അശേഷം ഇല്ലാത്ത? നമ്മൾ ജീവിതത്തെ നമ്മൾ സ്വീകരിച്ച മനുഷ്യരാണ്. നമ്മൾ ഇഷ്ടപ്പെട്ട ഇടങ്ങളിൽ ഇടപഴകാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇഷ്ടപ്പെട്ടതിനെ കഷ്ടപ്പെട്ട് കൊണ്ടുപോവുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് ആ ഇഷ്ടപ്പെട്ടതിനെ കഷ്ടപ്പെട്ട് കൊണ്ടുപോകുമ്പോഴത്തേനും നമുക്കതൊരു ഭാരമായിട്ട് തോന്നത്തില്ല. അങ്ങനെ വരുമ്പോൾ അതിനകത്ത് വിശേഷമൊന്നും ഉണ്ടാവില്ല, എല്ലാം വിശേഷമാണ്. അതെ, അങ്ങനെ പോകുന്നു എന്നുള്ളതാണ്. ഇറ്റ്സ് ഫ്ലോയിങ്. അതെ, അത്രേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് പ്രത്യേക രീതിയിൽ എന്തെങ്കിലും ഏച്ച് കിട്ടി മുഴപ്പിച്ച് വെക്കുക ഇല്ല, അങ്ങനൊന്നുമില്ല. ഞാനിപ്പോൾ ഇൻട്രോ പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എടുത്തു പറഞ്ഞ ഒരു ക്യാരക്ടറാണ് ചാർലിയിലെ കൽപ്പനയുടെ ഹസ്ബൻഡ്. ഞാൻ ഫസ്റ്റ് ഡേ തിയേറ്ററിൽ വെച്ചിട്ട് കാണുമ്പോൾ ഐ സ്റ്റിൽ റിമെമ്പർ, എനിക്ക് ആ നമ്മൾ പറയില്ലേ നമുക്കൊരു ചിൽ ഒരാൾ അനുഭവപ്പെടുന്ന ആ അനുഭവം കൃത്യമായിട്ട് ഇപ്പോഴും എനിക്ക് ഫീൽ ചെയ്യുന്നു. അതൊരു ആക്ടറിൻ്റെ ഒരു ആക്ടർ ആൻഡ് അത് ഡയറക്റ്റ് ചെയ്തപ്പോൾ അങ്ങനെ പ്ലേസ് ചെയ്തതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആസ്പെക്റ്റ് ആണല്ലോ. സോ ടെൽ മീ, ലൈക്ക് ആസ് എൻ ആക്ടർ, ഹൗ ഡു യു ആക്ച്വലി സീ യുവർ സെൽഫ് ഓവർ ദീസ്? ഇപ്പോൾ ഒരു ഞങ്ങൾ കണക്കൂട്ടിയപ്പം സിനിമയിൽ വന്നിട്ട് 2005 ഡോക്ടർ ബിജുവിൻ്റെ സൈറയിൽ തുടങ്ങി, ഇപ്പോൾ 2025 എത്തി നിൽക്കുന്ന സമയത്ത് ആസ് എൻ ആക്ടർ ഹൗ ഡു യു? ഇതും അശേഷം വിശേഷമില്ല എന്ന് പറയരുത്. ഒന്നുമില്ല, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്പേസിൽ നമ്മൾ നിൽക്കുമ്പോഴത്തേന് നമുക്ക് വരുന്നത് എല്ലാം ഏറ്റവും മനോഹരമായിട്ട്. എന്നുവെച്ചാൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്, സിനിമ ഒരു സാധ്യതയുടെ കലയാണ്. നമുക്ക് സാധ്യത ഉണ്ടാകുമ്പോഴാണ്, അല്ലെങ്കിൽ അതിപ്പോൾ സംവിധായകനെ സംബന്ധിച്ചിട്ടായാലും നടനെ സംബന്ധിച്ചായാലും ഈ മ്യൂസീഷ്യൻ എന്നുവെച്ചാൽ അതിൻ്റെ മുന്നിലും പിന്നിലും വർക്ക് ചെയ്യുന്ന എല്ലാവരെയും സംബന്ധിച്ചും അതൊരു സാധ്യത. ആ സാധ്യത ഏറ്റവും മനോഹരമായിട്ട് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ചാർലി എന്ന് പറയുന്ന സിനിമ, ഇത് ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ ഒരു ഡയറക്ടർ ഇവിടെ ഉണ്ട്, അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, അതിൻ്റെ ഒരു സിറ്റുവേഷനുണ്ട്. ആ സിറ്റുവേഷനിൽ ആ സാധ്യത എല്ലാവരും കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തി എന്ന് വന്നപ്പോഴാണ് ആ ക്യാരക്ടറിന് വളരെയധികം പ്രാധാന്യം വന്നിട്ടുള്ളത്. ഇല്ലെന്നുണ്ടെങ്കിൽ അത്ര മാത്രം ശ്രദ്ധിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ആ സമയത്തൊന്നും അധികം ആൾക്കാർ, അന്ന് ഹോംലി മീൽസ്
അല്ല അതിനു മുമ്പ് അന്യ റിസീവലും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഹോംലി മീൽസ് കുറച്ചും കൂടെ നന്നായിട്ട് ആളുകൾ ശ്രദ്ധിച്ചു. മസാല റിപ്പബ്ലിക് ഉണ്ടായിരുന്നു. ആ മസാല റിപ്പബ്ലിക്ക്. പിന്നെ ഇത് വന്നപ്പോഴത്തേന് എന്നെ ഒരുപാട് പേരൊന്നും കണ്ടിട്ടില്ലല്ലോ. പക്ഷെ ചാർലി എന്ന് പറയുന്ന സിനിമ ശരിക്കും കണ്ട് എല്ലാവരും ആഘോഷിച്ചപ്പോഴത്തേന് ഇയാളേതാ, അത് കൊള്ളാലോ, പുതിയൊരാൾ. Do you think it has a lot to do with നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആക്ടർ? അതൊരു ഘടകമാണ്. ദുൽഖർ എന്ന് പറയുന്ന ഒരു വളരെയധികം പോപ്പുലറായിട്ടുള്ള ആ ക്യാരക്ടറുമായിട്ടാണല്ലോ അവിടെ ഇഷ്യൂസ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു. പുതിയൊരാളും കൂടെ ആയപ്പോഴത്തേനും നന്നായിട്ട് അഡ്രസ്സ് ചെയ്തു. അങ്ങനെയാണല്ലോ. പിന്നെ പിന്നെ വന്നപ്പോഴത്തെ ഇയാൾ അറിയാം, അങ്ങനായി. സിനിമ അവിടെ കേട്ടെ. അതെ, നമുക്ക് നാടകം സംസാരിക്കാം. അയ്യോ, നാടകത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ ഒരു ഇത് വരുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഒരു സുഹൃത്തിനോട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം, ഒരു രീതിയിലും ഒരു ട്രഡീഷണൽ സോക്കോൾഡ് ഇപ്പം ഇന്നത് എന്തെങ്കിലും ആവണമെങ്കിൽ ഇന്നത് ഈ കോളേജിൽ പോയി ഇത് പഠിക്കണം, അല്ലെങ്കിൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോകണം, അല്ലെങ്കിൽ NSD പോകണം, അങ്ങനെ ഒരു പെർസ്പെക്റ്റീവിലേ അല്ല രാജേഷ് ശർമ്മ നാടകത്തെ കണ്ടിട്ടുള്ളത്. ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്ത് അതിൽ നിന്ന് അതിൻ്റെ സാധ്യതകളെ മനസ്സിലാക്കി അതിൽ നിന്ന് മുന്നോട്ട് പോവുകയാണ് ചെയ്തതെന്ന് ആ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുമോ? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ നാടകമെന്ന് പറയുന്നത് നമ്മൾ ഉത്സവപ്പറമ്പിലൊക്കെ പോയി ഉറക്കൊഴിച്ച് കണ്ടിട്ടുള്ള രസകരമായിട്ടുള്ള ഒരു ആർട്ടെന്ന് പറയുന്നതിനേക്കാളും അപ്പുറത്തേക്ക് വേറെ ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും ഉണ്ടാവുന്നത് പോലെ എൻ്റെ ഒരു 15 വയസ്സ് മുതൽ അങ്ങോട്ടേക്ക് സമൂഹത്തിൽ ഒരു നമുക്കെന്തെങ്കിലും ഒരു നമ്മളെ മനുഷ്യരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുക എന്ന് പറയുന്നൊരു താല്പര്യം എല്ലാവർക്കും ഉണ്ട്. അവിടെ നിന്ന് തുടങ്ങിയതാണ്. അപ്പോൾ അത് ഇങ്ങനെ മിമിക്രി പോലെയുള്ള, അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു. അപ്പോൾ മത്സരത്തിനൊക്കെ പോവുകയൊക്കെ ചെയ്ത് ഇരുന്ന സമയത്ത് മിമിക്രി മത്സരത്തിലൊന്നും കിട്ടുന്നില്ല എനിക്ക്. അപ്പോൾ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് പറഞ്ഞൊരു മോണോ ആക്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അതെൻ്റെ ഒരു നാടകപ്രവർത്തകനായിട്ടുള്ളൊരു സുഹൃത്തുമായിട്ട് സംസാരിച്ചപ്പോഴാണ് ഇങ്ങനെ നാടകം പഠിക്കുന്നതിനെക്കുറിച്ച് ഉള്ളൊരിത് വന്നത്. അങ്ങനെയാണ് കൊല്ലത്ത് സെൻറ്റർ ഫോർ പെർഫോമിംഗ് ആർട്സിൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നത്. എൻ്റെ മുഴുവൻ കാഴ്ചപ്പാടുകളും ആ സ്ഥലം. എത്ര ദിവസത്തെ കോഴ്സായിരുന്നു? അതൊരു ശരിക്കും പറഞ്ഞാൽ അതൊരു വർഷത്തെ കോഴ്സും പിന്നെ നമ്മൾ 2 വർഷം റെപ്പർട്ടറിയിൽ വർക്ക് ചെയ്യണം എന്നൊക്കെ ഉള്ളതായിരുന്നു. പക്ഷെ അപ്പോഴാണ്, അപ്പോൾ ഒരു വർഷം കൊണ്ട് നമ്മളൊരു 5 പ്ലേ നമ്മൾ പഠിക്കണം. ഓരോ ഇതായിട്ട് ഇപ്പം സംസ്കൃത നാടകം, ഗ്രീക്ക് നാടകം, റിയലിസ്റ്റിക് പ്ലേ ഇങ്ങനെ. അപ്പം ആ സമയത്ത് നമ്മളിൽ ഉണ്ടാക്കിയൊരു മാറ്റം ഭയങ്കരമാണ്. ഒരു ചില നമ്മളിൽ ഒരു നോളജ് നമ്മളിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ, അത് ശരിക്കും സംഭവിച്ചൊരു സ്ഥലമാണ്. അങ്ങനെയാണ് ഞാൻ നാടകക്കാരൻ ആകുന്നതും അഭിനയം എന്ന് പറയുന്നത് കുറച്ച് സീരിയസ് ആയിട്ട് കാണേണ്ടുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലാകുന്നതും. അതിനൊരുപാട് മനുഷ്യരുടെ അധ്വാനം എന്നിലുണ്ട് കേട്ടോ. എന്നെ ഒരുപാട് മനുഷ്യർ അതിനു വേണ്ടിയിട്ട് എന്നെ വായിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അതിനു മുമ്പൊന്നും ഇങ്ങനെയുള്ളൊരു അതൊന്നുമില്ല, അങ്ങനെ ഒരു ജീവിതമേ ആയിരുന്നില്ല. പക്ഷെ അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനാണ് എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഒരുപാട് ലെജൻസിനെ കാണാൻ പറ്റി, അവരുടെ വർത്തമാനങ്ങൾ കേൾക്കാൻ പറ്റി, ഒരുപക്ഷെ അവരുമായിട്ടുള്ള നല്ല സൗഹൃദം ഉണ്ടാക്കാൻ പറ്റി. അതൊക്കെ എന്നിലുണ്ടാക്കിയ ഒരു വലിയൊരു മാറ്റം. നാടകം എൻ്റെ വ്യക്തിത്വത്തെ തന്നെ നന്നായിട്ട് മാറ്റിയെടുത്തിട്ടുള്ള, എൻ്റെ ഭാഷയെ മാറ്റിയെടുത്തിട്ടുള്ള, കാഴ്ചപ്പാടുകളെ മാറ്റിയെടുത്തിട്ടുള്ള ഒരു ഇടമാണ്. അവിടുന്ന് അപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഒരു 27 ഇയേഴ്സിനുള്ളിൽ യു വൺ സ്റ്റേറ്റ് അവാർഡ് അല്ലേ? അതെ, 27 വയസ്സിൽ. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ സുനിൽ ജി വക്കു എന്ന് പറയുന്നത് എൻ്റെ വളരെ അടുത്ത അധ്യാപകനാണ്. അദ്ദേഹം ഒരു ലെജൻഡാണ്. ഇന്ന് നമ്മളുടെ സ്കൂൾ കലോത്സവം, കുട്ടികളുടെ നാടകവേദിക്ക് ഒരു കൃത്യമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ വലിയൊരു സംഭാവനയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരാളുടെ കൂടെ ഞാൻ ഇങ്ങനെ പോകുന്ന കണ്ടപ്പോൾ എൻ്റെ താല്പര്യവും ഇതൊക്കെ പറഞ്ഞപ്പോഴത്തേനോട് നീ വേറൊരു എക്സ്പീരിയൻസ് ഉണ്ട്, നീ ഇപ്പം വളരെ
പ്രൊഫഷണൽ നാടകം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്ക്, നല്ലതാണ്. അങ്ങനെ പ്രൊഫഷണൽ നാടകം എന്ന് പറയുമ്പോൾ ഉത്സവപ്പറമ്പിൽ ഒക്കെ നമ്മൾ പ്രൊഫഷണൽ നാടകം എന്ന് നമ്മൾ ചെയ്യുന്നതും പ്രൊഫഷണൽ തന്നെ. അത് കുറച്ചുകൂടെ അതൊരു കച്ചവട താല്പര്യത്തോടു കൂടി ഉള്ളൊരു ഇടം കൂടിയാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. എന്നുവെച്ചാൽ ജീവിക്കാൻ, നമ്മളും ജീവിക്കാൻ തന്നെയാണ് എല്ലാം. പക്ഷെ അതിനൊരു ഒരു ഇതുണ്ട്. ഞാൻ എടുത്തു ചോദിക്കാൻ കാരണം ഈ പറയില്ല അമച്വർ തിയേറ്റർ, പ്രൊഫഷണൽ അമച്വർ തിയേറ്റർ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഗ്രന്ഥശാല നാടകങ്ങളുടെ ഇടങ്ങൾ നമുക്ക് അതിനെ പറയാൻ പറ്റും. പക്ഷേ വളരെ ഇപ്പോൾ അമച്വർ എന്ന് പറയുന്ന ഇടം എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രൊഫഷണലായിട്ടുള്ള ഇടമാണ്. അവിടെ പ്രൊഫഷണലായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നതും കൃത്യമായിട്ട് ആക്ടേഴ്സിനെ ട്രെയിൻ ചെയ്ത്. അപ്പം നമ്മുടെ ഈ ഉത്സവപ്പറമ്പിലേക്ക് കൊമേഴ്സ്യൽ നാടകങ്ങൾ അങ്ങനെ ഉണ്ടെന്നുള്ളത് കുറച്ചുകൂടെ കച്ചവട താല്പര്യത്തോടു കൂടി ഇറങ്ങുന്ന നാടകങ്ങൾ. പക്ഷെ എന്ന് വെച്ചാൽ അതിനകത്ത് കലയില്ല എന്നുള്ളതല്ല പറയുന്നത്. അതിലും കൃത്യമായിട്ട് പരീക്ഷണങ്ങളുണ്ട്, സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്ന ഇടമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എന്നാൽ പോലും അതിനൊരു ഒരു കൃത്യമായിട്ട് ഇത്ര ഇതിനകത്ത് തന്നെ ആ നാടകം നിൽക്കുന്ന രീതിയിൽ ഒക്കെ, കാരണം അത് പെട്ടെന്ന് കൊണ്ടുപോയി സെറ്റ് ചെയ്യാനും അവതരിപ്പിക്കാനും ഒക്കെ പറ്റുന്ന രീതിയിൽ ഓഡിയൻസുമായിട്ടൊക്കെ ഭയങ്കര നല്ല രസകരമായിട്ടുള്ള ഇൻട്രാക്ഷനൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പുതിയ പരീക്ഷണങ്ങൾ അവിടെ നടക്കുന്നുണ്ട്, മാറ്റങ്ങളുണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൽ 99 ആ സമയം 99 എന്നോട് പറഞ്ഞു അങ്ങനെ അമരാവതി സബ് ട്രഷറി എന്ന് പറഞ്ഞൊരു നാടകം. അന്ന് ഭയങ്കര വിവാദമൊക്കെ ആയിരുന്നു. എന്തുകൊണ്ട്? അതിൻ്റെ കണ്ടൻറ്റ് തന്നെയായിരുന്നു. അന്നത്തെ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ ഭയങ്കരമായിട്ട് വിമർശിക്കുകയൊക്കെ ചെയ്ത അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ശ്രീമൂലനഗരം മോഹനായിരുന്നു. അദ്ദേഹം ഒന്ന് ട്രഷറി ഉദ്യോഗസ്ഥനും കൂടിയാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണം എന്നൊക്കെ പറഞ്ഞ ഇഷ്യൂ വന്നിരുന്നു. അവതരിപ്പിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്ന വേറൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ നാടകമാണ് ചെയ്തത്. അതിനകത്ത് അന്ന് 27 വയസ്സ് ഉണ്ടായിരുന്നു. 70 വയസ്സുള്ളൊരു ക്യാരക്ടറാണ് ചെയ്തത്. അന്ന് സാറ് തന്നെയാണ് ഡയറക്റ്റ് ചെയ്തത്. സാറിൻ്റെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു, എന്നെ നീ അത് ചെയ്താൽ മതി എന്നൊക്കെ പറയുന്നു. അപ്പോൾ ബാക്കിയുള്ളവരുടെ ഇത്രയും പ്രായമുള്ള ക്യാരക്ടർ ഇയാൾ, പക്ഷെ എന്നെ അതിന് അവൻ അത് ചെയ്തോളൂ എന്ന് പറയുമ്പോൾ സാറിൻ്റെ ഒരു ഭയങ്കര വിശ്വാസമുണ്ട് മുസ്ലിം സാറിൻ്റെ. അത് കഴിഞ്ഞ് രണ്ടാമത്തെ നാടകം അമ്പലപ്പുറാവെന്നും പറഞ്ഞൊരു നാടകം. അതിലൊരു ചെറിയൊരു ക്യാരക്ടറാണ്, പക്ഷേ കുറേ ഇംപ്രവൈസ് സാറ് കുറച്ചുകൂടെ, അദ്ദേഹം തന്നെയാണ്, സുനിൽ ജീവൊക്കെ തന്നെയാണ് അതിൻ്റെ ഡയറക്ടർ. അതിൽ ആ ക്യാരക്ടർ ഭയങ്കര രസകരമായിട്ട് അച്ചു എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, ഒരുപാട് ലെയറുകളുള്ള ഒരു ക്യാരക്ടർ. അപ്പോൾ അതിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നു. ഡയറക്ടർക്കുള്ള അവാർഡ് സുനിൽ സാറിന് കിട്ടുന്നുണ്ട് ആ വർഷം 1999. പിന്നെ എനിക്ക് അവിടെ എനിക്ക് നിൽക്കണമെന്ന് തോന്നി തുടങ്ങിയില്ല. എന്തുകൊണ്ട്? Usually it can be a comfortable space അല്ലേ? You already got established. അതെ, നമ്മൾ ഈ കെട്ടിക്കിടക്കുന്നു തോന്നിപ്പോയിട്ടുണ്ട്. അതായത് ഇപ്പോൾ രാത്രിയിലൊക്കെ നാടകം കഴിഞ്ഞേച്ച് വന്നിട്ട് കിടന്നുറങ്ങുക, വേറെ പ്രത്യേകിച്ച് പത്രം പോലും വായിക്കുന്നില്ല, മനസ്സിലാക്കലുകളില്ല, അന്വേഷണങ്ങളില്ല, അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ വന്ന സമയത്ത് എനിക്ക് തന്നെ അതങ്ങ് ഭയങ്കര ഒരു ഉള്ളിൽ ഒരു എന്താ പറയുന്നത്, മനസ്സ് പുളിക്കുക എന്ന് നാടൻ ഭാഷയിൽ പറയും, മനസ്സ് പുളിക്കുക അങ്ങനെ വന്നിരുന്നു. പക്ഷേ പിന്നീട് എനിക്ക് നമ്മുടെ ശശീരൻ നടുവിൽ അദ്ദേഹം ചോമനതുടി ചെയ്തു, ശിവരാമകാരൻ്റെ, അതിലൊരു ക്യാരക്ടർ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അത് പോയി ചെയ്തിരുന്നു തൃശ്ശൂർ. അങ്ങനെ അതോടുകൂടി പിന്നെ ഞാനങ്ങ് ആ പ്രൊഫഷണൽ എന്ന് പറയുന്നൊരു സ്പേസിൽ നിന്ന് ഞാൻ, അല്ലെങ്കിൽ കച്ചവട ഇടം എന്ന് പറയുന്ന അവിടെ നിന്ന് മാറിയിട്ട്, എന്ന് വെച്ചാൽ ഞാനത് മോശമാണെന്നുള്ളതല്ല, അതിലും എന്നെ സംബന്ധിച്ച് അപ്പം ഞാൻ കുറച്ചുകൂടെ, എനിക്ക് കുറച്ചുകൂടെ ഈ കുറച്ചും കൂടെ ഒന്ന് വേറൊരു രീതിയിൽ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അവിടെ അത്രയും ഒരു ആക്ടർക്ക് ട്രെയിനിങ് അങ്ങനെയൊക്കെയുള്ളൊരു സാധ്യത വളരെ കുറവാണ്. അവിടെ നേരെ എങ്ങോട്ടാണ് പോയത്? നേരെ ഞാൻ തിയേറ്ററിൽ തന്നെ സജീവമായി തുടങ്ങി. സുൽസാറിൻ്റെ കൂടെ, കാരണം അന്ന് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ സാമ്പത്തിക ഒരു ഘടകമാണ്. സാമ്പത്തികം എപ്പോഴും ഒരു ഘടകമാണ്. ഇഷ്ടപ്പെട്ട ഇടത്ത് നിൽക്കുക എന്നുള്ളതും കൂടെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ കുട്ടികളുടെ തിയേറ്റർ,
സുനിയനുമായിട്ട് നടക്കാൻ തുടങ്ങി. എവിടെ? കേരളം അങ്ങോളാണോ അതോ? കേരളത്തിൽ പല സ്ഥലങ്ങളിൽ വർക്ക്ഷോപ്പുകൾ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു കുട്ടികളുടെ തിയേറ്ററിൽ വർക്ക് ചെയ്ത് തുടങ്ങിയ സമയത്ത് നമ്മൾ സാമ്പത്തിക ഭദ്രതയുണ്ട് എന്നതിൽ അതിനും അപ്പുറത്തേക്ക് ഈ കുട്ടികളെ എങ്ങനെയാണ് സുനിയണ്ണൻ മാറ്റിയെടുക്കുന്നത്. അപ്പോഴത്തെ PJ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന വലിയ ഞങ്ങളുടെയൊക്കെ അധ്യാപകൻ. അപ്പോൾ അദ്ദേഹമൊക്കെ ഈ കുട്ടികളുടെ സൈക്കോളജിയെക്കുറിച്ച് അപ്പോൾ അതിനെക്കുറിച്ച് വായിക്കാനായും അതിനെക്കുറിച്ച് പഠിക്കാനും ഒക്കെയുള്ളൊരു അവസരം ഉണ്ടാക്കുകയും കുട്ടികളുടെ നാടകവേദിയെ സമീപിക്കേണ്ടുന്ന അത് എങ്ങനെയാണെന്ന്, മുതിർന്നവരുടെ ഒരു നാടകവേദി അല്ല കുട്ടികളുടെ നാടകവേദി, കുട്ടികളുടെ വ്യക്തിത്വത്തെ വികസിപ്പിക്കുന്ന ഒരിടമാണ്. അവരെ തന്നെ ഏറ്റവും മനോഹരമായിട്ട് ഇന്നും, അന്നൊക്കെ നാടകങ്ങളിൽ വന്നിട്ടുള്ള കുട്ടികൾ ഇന്നിപ്പോൾ പല മേഖലകളിൽ പല ഇടങ്ങളിൽ നിൽക്കുമ്പോഴും അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങളെ മാറ്റിയെടുത്തത് നാടകമാണ്. അത് കേൾക്കുമ്പോൾ ഒരു ഭയങ്കര എനിക്ക് തോന്നിയതുപോലെ. അപ്പോൾ സുനിയണ്ണൻ അത്രയും നല്ല രസകരമായിട്ടാണ് കുട്ടികളെ ട്രെയിൻ ചെയ്ത് അവരെ ഒരു നല്ലൊരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നത്. അതിന് അവരിൽ ആത്മവിശ്വാസം ഉണ്ടാക്കുക. ആത്മവിശ്വാസം ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ശബ്ദത്തിൽ വ്യത്യാസം ഉണ്ടാകും, അവരുടെ ബോഡി ലാംഗ്വേജിനകത്ത് വ്യത്യാസം ഉണ്ടാകും, കാര്യങ്ങളെ സമീപിക്കുന്നതിനകത്ത് ക്ലാരിറ്റി വരും. നാടകം, കുട്ടികളുടെ നാടകം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഇടമായിട്ട് വളർത്തണം എന്നുള്ളതാണ്. അങ്ങനെ ഒരു സ്കൂൾ നമുക്കുണ്ട് കോട്ടയത്ത്, മേരി റോയുടെ പള്ളിക്കൂടം. അവിടെ തിയേറ്ററിന് ഭയങ്കര സാധ്യതയാണ്. അപ്പോൾ അതുകൊണ്ട് കുട്ടികളെ എല്ലാവരെയും കമ്പൽസറി ആയിട്ട് നാടകത്തിൻ്റെ ഭാഗമാക്കും. അവരുടെ ഈ ട്രെയിനിങ് പ്രോസസ്സ് വളരെ ഇതാണ്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പറഞ്ഞപ്പോൾ ഐ ആം ആസ്കിങ് യു വർ ഓൾസോ അസോസിയേറ്റഡ് വിത്ത് അനദർ സ്കൂൾ അല്ലേ? ഞാൻ നാടകം കുറേ സ്ക്രിപ്റ്റൊക്കെ എഴുതിയിട്ടുണ്ട് കുട്ടികളുടെ നാടകവേദിയെക്കുറിച്ചുള്ള കുറേ സ്ക്രിപ്റ്റുകളൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്, പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. കുട്ടികളെ കൊണ്ട് തന്നെ ലേബർ ഇന്ത്യ ഞാനൊരു വർഷം ഉണ്ടായിരുന്നു മരങ്ങാട്ടുള്ളിൽ. ആ സമയത്ത് കുട്ടികൾ പിച്ചിപ്പൂ തെച്ചിപ്പൂവും തലമുട്ടിയാടണ കണ്ടേ, പൂമ്പാറ്റകൾ വട്ടം ചുറ്റി തേനുണ്ട് പാറണ കണ്ടേ, തേനുണ്ട് പാറണ കണ്ടേ, പൂവുകൾക്കിതെന്തൊരു ഭംഗി, പൂമ്പാറ്റകൾ അതിലും ഭംഗി, മഞ്ഞ നീലതത്ത പച്ച 7,700 നിറമോ, 7,700 നിറമോ. ഇത് ലേബർ ഇന്ത്യയിലുണ്ടായിരുന്ന സമയത്ത് അവിടുത്തെ 6ാം ക്ലാസ്സിലെ കുട്ടികൾ പൂവും പഠിച്ചു നിറവും പഠിച്ചു. അവരുടെ ഭാഷയായിരുന്നത്, അവർ പറഞ്ഞ വാക്കുകളാണ്. ഇതിനെ ഞാൻ അടുക്കി പെറുക്കി എന്നുള്ളതാണ്. നമുക്ക് ഇവിടെ എന്ത് വാക്ക് ചേർക്കാം, ഇവിടെ എന്ത് വാക്ക് ചേർക്കാം എന്ന് പറയുമ്പം ഒരുപാട് വാക്കുകൾ ഇവരുടെ കുട്ടികളുടെ വാക്കുകൾ വരും. അതാണ് പിച്ചിപ്പൂ തെച്ചിപ്പൂ തലമുട്ടി ആടണ കണ്ടേ. നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇത് വരില്ല. ഇത്രയും മനോഹരമായ നമ്മൾ കോൺഷ്യസ് ആകും, നമ്മൾ അതിന്റെ ലാംഗ്വേജ് നോക്കും. ഫലത്തില് ഞാൻ എഴുതിയെന്നുള്ളതാണ്, വാക്കുകൾ എന്റേതല്ല. വേറെ ഏതെങ്കിലും ഉണ്ടോ അങ്ങനെ? വേറൊരു നാടകത്തിന് ഈ മണികൾ പൊന്മണികൾ ജീവന്റെ കൺമണികൾ മണ്ണിതിൽ മുളയ്ക്കുന്ന തേൻ കണങ്ങൾ, ഈ മണികൾ പൊന്മണികൾ ജീവന്റെ കൺമണികൾ മണ്ണിതിൽ മുളയ്ക്കുന്ന തേൻ കണങ്ങൾ, നനവാർന്ന മണ്ണിന്മേൽ പച്ച പുതയ്ക്കുന്ന സ്നേഹത്തിൻ നിറവുള്ള മുത്തുമണികൾ, സ്നേഹത്തിൻ നിറവുള്ള മുത്തുമണികൾ. ഇതെന്തിനെ കുറിച്ചുള്ള പാട്ടാന്ന് പറയാം? നേച്ചർ, അതോ മഴത്തുള്ളി, പിള്ളേര്, ഇതൊന്നുമല്ലേ?
വിത്താണ്. ഈ ഈ ഒരു സിറ്റുവേഷനിലൊരു എൻ്റെ ഒരു സുഹൃത്ത് പാട്ട് എഴുതാനുണ്ട്. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും നിന്നിട്ടും ഈ സിറ്റുവേഷനിൽ പാട്ട് വരുന്നില്ല. എനിക്കാണെന്നുണ്ടെങ്കിൽ എറണാകുളത്ത് വെച്ചായിരുന്നു ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഭ്രാന്ത് എടുത്തിട്ട് ഞാൻ എറണാകുളത്ത് നിന്ന് KSRTC ബസ് ഭയങ്കര രസമുള്ള സ്ഥലമാണ്. നമ്മൾ ക്രിയേറ്റീവ് ആകുന്ന ചില ഇടങ്ങളുണ്ട്. ഈ ബാത്റൂം ഭയങ്കര ക്രിയേറ്റീവ് ആകുന്നൊരു ചില വലിയ തീരുമാനങ്ങളൊക്കെ നമ്മൾ അവിടെ ഇരുന്ന് എടുക്കും. ക്ലൈമാക്സ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് അവിടെ വെച്ച്. അങ്ങനെ KSRTC ബസ്സിൽ ഇങ്ങനെ ഇരുന്ന് യാത്ര ചെയ്യുമ്പോഴാണ് ഈ വിത്ത്, കാരണം അത് വളരെ പ്രധാനപ്പെട്ടൊരു ഏരിയയാണ്. കുറേ മനുഷ്യർക്ക് കുറേ വിത്ത് കിട്ടിയിരിക്കുന്നു, എന്ത് ചെയ്യണമെന്നറിയില്ല. കള്ളന്മാരാണ്, കള്ളന്മാർക്ക് കിട്ടിയ വിത്താണ്. അപ്പം ഈ വിത്ത് എന്ത് ചെയ്യണമെന്നറിയാത്തത് കൊണ്ട് ഇവർ ട്യൂഷന് പോവുക. നാട്ടിലെ മുത്തശ്ശിയുടെ അടുത്ത് ട്യൂഷന് പോകുമ്പോൾ മുത്തശ്ശിയാണ് ഈ വിത്തെടുത്തിട്ട് പറയുന്നത്, ഈ മണികൾ പൊന്മണികൾ ജീവൻ്റെ കൺമണികൾ മണ്ണിതിൽ മുളയ്ക്കുന്ന തേൻ കണങ്ങൾ നനവാർന്ന മണ്ണിന്മേൽ പച്ച പുതയ്ക്കുന്ന സ്നേഹത്തിൻ നിറവുള്ള മുത്തുമണികൾ. ഇത് ബ്യൂട്ടിഫുൾ. ഇതിന് പല വേർഷൻ ഉണ്ട് ഇതിനകത്ത്. കാരണം അതുകൊണ്ടാണ് അത്രയും ഞങ്ങളുടെ കൺഫ്യൂഷൻ വന്നത്. ഇത് വന്നിട്ട് ഞാൻ ജോസേറ്റസ് ഞാൻ പറഞ്ഞാ ഇത് ഇങ്ങനെ ഒരു സാധനം, ഇത് ഇങ്ങനെ എടേ ഇതൊന്നും ചെയ്യണ്ട, അടിപൊളിയാണ്, ഇത് ഇവിടെ ഒരു സാധനം, ഇത് ഇങ്ങനെ അപ്പോൾ പല ഇപ്പം ഋത്തിക് ചന്ദ് എന്നും പറഞ്ഞുകൊണ്ട് എന്നാൽ അവൻ +2 പഠിക്കുക, കഥാർസിസ് എന്ന് പറയുന്ന പരിപാടി, അപ്പോൾ മ്യൂസിക്കൊക്കെ ചെയ്യുന്നു. അവൻ ഇതിൻ്റെ പല വേർഷൻസ് ചെയ്തു തന്നു. +2 ആണെന്ന് ഓർക്കണം. കാരണം കുട്ടികളെ കൊണ്ട് നമുക്കിത് നമ്മൾ വിചാരിക്കുക പിള്ളേര് അവരെ, പക്ഷെ അതല്ല, കുട്ടികൾ ഭയങ്കര അത്ഭുതപ്പെടുത്തുന്ന ഇടങ്ങളാണ് അവർ. ബൈബിളിലൊരു വാക്കുണ്ട്, നീ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന് പറയുന്നൊരു വാക്ക് ബൈബിളിലുണ്ട്. ബൈബിൾ നാടകങ്ങൾ ചെയ്തുകൊണ്ടാണ് അത്. ശരിക്കും പറഞ്ഞാൽ കുട്ടികളിൽ അത് ഭയങ്കര ഇതാണ്. അവരെ വളരെ ക്രിയേറ്റീവായിട്ടുള്ള ആ സ്പേസിലേക്ക് അവരെ എത്തിച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് തരുന്ന റിസൾട്ട് അത്രയും ഭയങ്കര ഇതാണ്. അപ്പോൾ ഇവർക്ക് സിറ്റുവേഷൻ കൊടുത്തിട്ട് ഇവർ ഇംപ്രവൈസ് ചെയ്ത് ഈ വിത്ത് വിതച്ച് മുളപ്പിച്ച്, അതായത് വലിയ കള്ളന്മാരാണ്. പകൽ മുഴുവൻ കിടന്നുറങ്ങുക, രാത്രിയിൽ മോഷണം തൊഴിലായിട്ട് സ്വീകരിച്ചിട്ടുള്ള പ്രൊഫഷണൽസ്. അപ്പം ഈ കുട്ടികൾ ഈ കള്ളന്മാരെ കൃഷി ചെയ്യുന്നതോടുകൂടി പകല് പണിയെടുക്കുകയും രാത്രിയിൽ ഉറങ്ങുകയും ചെയ്യുന്ന മനുഷ്യരായി ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുകയാണ്. അങ്ങനെ അവരുടെ ഈ പാട്ട് പല വേർഷനിലൂടെ വളർന്ന് വരുമ്പോഴത്തേന് അവരുടെ തലയ്ക്ക് മുകളിൽ വലിയ പന്തലുണ്ടാവുകയും ആ പന്തലിൽ വിത്ത് ഈ മുളച്ച വിത്തുകൾ കായ്കളാവുകയും അതിലവർ ഈ മോഷണത്തെക്കാളും അപ്പുറത്തേക്ക് രസകരമായിട്ടുള്ള ഒരുപാട് സീക്വൻസ് ഉണ്ട് അതിനകത്തെ. ഗ്രാമമുഖ്യം വന്നിട്ട് പറയുന്നുണ്ട്, നമ്മുടെ നാട്ടിലൊരാളുടെ കല്യാണമാണ്, നമുക്ക് ഉണ്ടാക്കേണ്ടത് സ്വർണ്ണമാണ്, അതുകൊണ്ട് പെട്ടെന്ന് എല്ലാവരും റെഡിയാകുമെന്ന് പറയുമ്പോഴത്തേനും ഓരോരുത്തരും പറയുന്നുണ്ട് അത് പറ്റില്ല, കള പറിക്കാനുണ്ട്. എനിക്ക് പറ്റില്ല, അത് അവിടെ കീടങ്ങൾ വരും, അതിനെയൊക്കെ നോക്കണം, അതുകൊണ്ട് എനിക്കത് പറ്റില്ല. അങ്ങനെ മോഷണത്തിന് പോകാൻ ആളില്ലാതാകുന്ന ഒരു ശരിക്കും പറഞ്ഞാൽ നാടകം. ആ നാടകങ്ങളൊക്കെ ഇപ്പോൾ എവിടെയുണ്ട്? മറ്റേ കഥാർസിസ് എന്നും പറഞ്ഞു ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡോക്ടർ നസീബ്, ഇന്നിപ്പം കേരള യൂണിവേഴ്സിറ്റിയിലെ സെനറ്റിൽ അംഗമായിട്ടുള്ള നസീബ് സാറ് ഉണ്ടാക്കിയൊരു പ്രോജക്റ്റാണ്. അങ്ങനെ ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇതിന് വേണ്ടിയിട്ട് ആർക്കൈവിലിരിക്കുകയാണ്. അത് ചെയ്യണമെന്നൊക്കെ നമ്മൾ വിചാരിക്കും, പക്ഷെ അത് വലിയ 50 കുട്ടികൾ ഉള്ളൊരു പ്ലേ ആയിരുന്നു. അപ്പോൾ ഞാൻ ഈ ചിൽഡ്രൻസ് തിയേറ്ററിനെ പറ്റി ഇത്രയും കാര്യമായിട്ട് നമ്മൾ സംസാരിച്ചതുകൊണ്ട് ഞാൻ ചോദിക്കുക, ഇപ്പോഴത്തെ ഒരു സെനാരിയോയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ നമ്മൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ വണ്ടിയിലിരുന്ന് പറഞ്ഞ ന്യൂയോർക്ക് ടൈംസിൽ എനിക്ക് കുറച്ച് ഷോക്കിംഗ് ആയിട്ട് ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വായിച്ച ആർട്ടിക്കിളിൽ ഇസ് അബൌട്ട് സോഫി എന്ന് പറഞ്ഞ കുട്ടി. ഷീ കിൽഡ് ഹെർസെൽഫ് ആൻഡ് ഹെർ മദർ ഡിഡ് നോ. എന്താണെന്ന് ഇവർ അന്വേഷിച്ച് ചെന്നപ്പോൾ ഇവർ മനസ്സിലാക്കിയത് ഷീ ഹാസ് ബീൻ കൺഫൈഡിങ്. അവരുടെ
ആ കുട്ടിയുടെ ഈ പറയുന്ന ടെൻഡൻസികളും ആ കുട്ടിയിലുണ്ടായിരിക്കണ ഇമോഷണൽ പ്രോബ്ലംസും അവർ ആകെ സംസാരിച്ചിരുന്നത് ChatGPTയുടെ ഒരു തെറപ്പിസ്റ്റ് ഹാരി എന്ന് പറയുന്ന AI തെറപ്പിസ്റ്റിനോടായിരുന്നു. അപ്പോൾ അത് ഒരിത്തിരി നമ്മൾ അപ്പോൾ അതിൽ അമ്മ എഴുതിയിരിക്കുന്ന ഒരു വരി എന്ന് പറഞ്ഞാൽ ഇഫ് അറ്റ് ഓൾ ഷീ ഹാഡ് സ്പോക്കൺ ടു ഒരു മനുഷ്യൻ ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ടുള്ള ഒരു തെറപ്പിസ്റ്റിനോട് സംസാരിച്ചിരുന്നെങ്കിൽ ഏതെങ്കിലും ഈ കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും ഒരു ഹെൽപ്പ് എടുക്കണം എന്നുള്ളതോ അല്ലെങ്കിൽ ഇത് നീ ചിന്തിക്കുന്ന പോലെ അല്ല കാര്യങ്ങളെന്ന് പറയുകയോ ചെയ്യുന്ന ഒരു സ്പേസിലേക്ക് എത്തുകയും എൻ്റെ മകളെ ഇപ്പോഴും ജീവിച്ചിരിക്കുമായിരുന്നു എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അത്രയും ഒരു AI നമ്മൾ ഡിപ്പെൻഡൻ്റ് ആവുന്ന, ഇത്രയും നാൾ നമ്മൾ ഫോണിൽ അഡിക്റ്റഡ് ആണെന്ന് പറയുമ്പോഴും ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ഗെയിംസ് അല്ലാതെ മെസ്സേജൊക്കെ ആണെങ്കിലും നമ്മൾ അഡിക്റ്റ് ആവുന്നത് ഹ്യൂമൻ ബീയിങ്സിനോടായിരുന്നു നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്. ഫിസിക്കൽ പരസ്പരം കാണുന്നതിന് പകരം ഫോണിലൂടെ ഇൻട്രാക്ട് ചെയ്യുന്നു എന്ന് പറയുന്നത്. ഇതിപ്പം ഹ്യൂമൻ ബീയിങ്സ് അല്ല, നമ്മൾ AI കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും AI ബിഫ്രണ്ട് ചെയ്യുകയും AI ആവുകയാണ് നമ്മളുടെ ഗൈഡ് എന്ന് പറയുന്ന ഒരു സ്പേസിൽ നമ്മൾ എത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു സെനാരിയോയിൽ ശരിക്കും തിയേറ്റർ ഭയങ്കരമായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതും ഈ പറഞ്ഞ ഇപ്പം രാജേഷ് ശർമ്മ ഇവിടെ ഇരുന്ന് പാടിയ 2 പാട്ടുകളും എത്രമാത്രം നമ്മൾ നേച്ചറിനോട് കണക്ട് ചെയ്യുന്നു, എത്രമാത്രം നമ്മൾ അതിൽ നിന്ന് നമുക്ക് ഇൻസ്പിറേഷൻ എടുക്കാം എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റുമുണ്ട്. ഒന്ന് വാതിൽ തുറന്ന് പുറത്തിറങ്ങി നന്നായി കാറ്റ് കൊണ്ടാൽ വിഷമം വന്നാൽ പച്ചോല നോക്കിയിരിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടുകൾ പോലെയുള്ള ഒരു സെനാരിയോ ആണല്ലോ. അപ്പോൾ ടെൽമി എങ്ങനെയൊക്കെ നമ്മളിപ്പോൾ സ്കൂളുകളിൽ നേരത്തെ നമ്മളിവിടെ സംസാരിച്ചത് സുംബ ഡാൻസ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു, അതേപോലെ തന്നെ തിയേറ്റർ ഒരു ഇൻ്റഗ്രൽ എലമെൻ്റ് ആക്കി മാറ്റിയാൽ നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും. അതിനു വേണ്ടിയിട്ട് കേരളത്തിലുള്ള നാടകപ്രവർത്തകർ പലരും വളരെ സീരിയസ് ആയിട്ട് സ്കൂളുകളിൽ തിയേറ്റർ എല്ലാ കുട്ടികളിലേക്കും ആ ട്രെയിനിങ് എത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഉച്ചത്തിൽ ശബ്ദം ഉയർത്തും. അത് ഭരണകൂടം ഏത് രീതിയിൽ അതിനെ ഒരു പഠനവിധേയമാക്കിയിട്ടില്ല എന്നുള്ളിടത്താണ് ഈ പ്രശ്നം. ഏതൊരു തരത്തിലുള്ള ഭരണകൂടം നമ്മുടെ കുട്ടികളെ നമ്മുടെ കുട്ടികൾക്ക് എന്താണ് ആവശ്യമെന്ന് നമ്മൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ കുട്ടികളെ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചാണ്, നമ്മളുടെ നിലവാരത്തിനനുസരിച്ച്. ഞാൻ എം എ പഠിച്ച ആളാണ്, ഇല്ലെങ്കിൽ ഞാൻ IAS കാരനാണ്. എൻ്റെ കുഞ്ഞ് എങ്ങനെ ആകണമെന്ന് ഞാൻ തീരുമാനിക്കുന്നിടത്താണ്. അവൻ ഏറ്റവും പണ്ടൊരു അച്ഛൻ എന്നോട് വളരെ ഒരു സാധു മനുഷ്യനാണ്. അയാൾ ഭയങ്കര സന്തോഷത്തിൽ ചായ കുടിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോയി. എനിക്ക് എന്താ കാര്യം എന്ന് പറയാം, അവൻ ഇംഗ്ലീഷിൽ സംസാരിച്ചു. ഹാപ്പിനെസ് ഷെയർ ചെയ്തതാണ്. അപ്പം അവൻ ഇംഗ്ലീഷിൽ സംസാരിച്ചു, ഇല്ലെങ്കിൽ വാക്കുകൾ പറഞ്ഞു, ഇല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പാട്ട് പാടി എന്ന് പറയുന്നത് നമ്മളുടെ അഭിമാനമായി മാറിയ മനുഷ്യർക്കിടയിലാണ്. നമ്മുടെ ഭരണകൂടവും പറയുന്നത് അതാണ്. നമ്മൾ കുട്ടികളുടെ റിസൾട്ട് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. തിയേറ്റർ പറയുന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇപ്പം AIക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം. അഞ്ജന ഒന്ന് കൈ തന്നെ. ഇത് തരുമ്പോഴത്തേനൊരു എന്തോ ഒരു ലൈറ്റ്, ഒരു ഭാരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത് പോലെ തൊട്ട് സംസാരിക്കും. ഏതൊരു കുട്ടിയും വിഷമം വരുമ്പോൾ ഓടിപ്പോയി അച്ഛൻ്റെയോ അമ്മയുടെയോ അമ്മാവൻ്റെയോ കൂട്ടുകാരൻ്റെയോ അടുത്ത് ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്ന നമ്മൾ കണ്ടിട്ടില്ലേ? തിയേറ്റർ ഉണ്ടവിടെ. ഇവിടെ നിന്നാണ് തിയേറ്റർ. ഈ ബന്ധങ്ങൾ എന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ തിരക്ക് പിടിച്ച മനുഷ്യരാണ്. നമ്മുടെ മക്കളിൽ വലിയ സ്വപ്നങ്ങൾ കാണുകയും അവർക്ക് വേണ്ടി അധ്വാനിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രാവിലെ മുതൽ നമ്മൾ അങ്ങനെയാണല്ലോ. ഒരു സ്വപ്നം എന്ന് പറയുന്നത്, അയ്യോ എൻ്റെ മക്കൾ മറ്റേ ഞാൻ കഷ്ടപ്പെട്ടതുപോലെ ആവരുത്, അവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകത അവരുടെ, നമ്മളതൊക്കെ ചിന്തിക്കുന്ന ആളുകളാണ്. ഈ പറയുന്ന നമ്മുടെ ഉള്ളിൽ പോലും ഞാൻ സ്വയം വിമർശനത്തിന് വിധേയനായിക്കൊണ്ട് തന്നെ പറയണം, നമ്മളെല്ലാം ഇത് ചിന്തിക്കുക ഇതൊക്കെയാണ്. പക്ഷേ ഏറ്റവും നന്നായിട്ട് ഇതിനകത്ത് തിയേറ്റർ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഇപ്പം സംസ്കൃത നാടകം കളിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് അവൻ ഏറ്റവും നന്നായിട്ട് സംസ്കൃതത്തെ മനസ്സിലാക്കുകയും അത് പ്രയോഗിക്കുകയും ചെയ്യും. ഭാഷയും ഇംഗ്ലീഷും അതേപോലെ തന്നെയാണ്.
ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മക്കളെ നിങ്ങൾ പാട്ട് എഴുതുമെന്ന് പറയുമ്പോൾ അവർ പാട്ട് എഴുതാൻ റെഡിയാവുകയാണ്. എനിക്കറിയാവുന്ന ഒരു കുട്ടി അവളുടെ ബാഗിൽ കത്തി വെച്ചുകൊണ്ട് നടന്നിരുന്നു. കത്തി വെച്ച്. ഞാൻ ആരെ കൊല്ലാൻ അടിയെന്ന് ചോദിച്ചപ്പോഴത്തെ ഇതൊക്കെ വേണം. ഞാനിരുന്ന് സംസാരിച്ച് വന്നപ്പോഴത്തേന് നാടകം ചെയ്യുന്നുണ്ട്. ഞാൻ സംസാരിച്ച് വന്നപ്പോഴത്തേന്, കാരണം ഇവരെ നമ്മൾ ഞാൻ പറഞ്ഞു ഈ തൊട്ട് അറിയുന്ന മക്കളാണ്. അപ്പോൾ അവളുടെ ലൈഫിൽ ഭയങ്കര പ്രതിഷേധമുണ്ട് അവൾക്ക്. അപ്പോൾ അവളുടെ പ്രതിഷേധം ആ കലയിലൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ അവൾ ലൈറ്റാവും. നേരെ മറിച്ച് അവളുടെ പ്രതിഷേധം മുഴുവനും കത്തിയിലൂടെ കൊണ്ടുവന്നാൽ എന്തായിരിക്കും അവസ്ഥ? ക്രൈമാവും. അപ്പം ഈ നമ്മുടെ മനസ്സെന്ന് പറയുന്നത് നമുക്കാർക്കും അങ്ങനെ എനിക്കൊരു മനസ്സുണ്ടെന്ന് നമ്മൾ പറയുന്നുണ്ട്, പക്ഷേ അതിനെക്കുറിച്ച് നമ്മൾക്കൊന്നും ആഴത്തിൽ അറിയില്ല. നമ്മൾ വിദഗ്ധരായിട്ടുള്ള സൈക്കോളജിസ്റ്റുമാരുടെയും അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റുമാരോടൊക്കെ നമ്മൾ ഇത് ഷെയർ ചെയ്യുമ്പോൾ അവർ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മനസ്സിൻ്റെ ഇതിനെക്കുറിച്ച് ഇപ്പോൾ എനിക്ക് തോന്നി ഇപ്പോൾ കുറച്ച് ഞാൻ ഇതിനെക്കുറിച്ച് ഈ തെരുവിൽ നാടകം കളിച്ചിട്ടുണ്ട്. അതായത് നമ്മൾക്കുണ്ടാകുന്ന മാനസിക വിഷമം തലവേദന പോലെയാണ്, അതൊരാളുമായിട്ട് ഷെയർ ചെയ്ത് നമുക്കത് മാറ്റിയെടുക്കാമെന്ന് പറയുന്ന നമ്മൾ കേരളത്തിൽ നമ്മൾ നാടകം കളിക്കേണ്ടി വന്ന അവസ്ഥ എന്ന് ആലോചിച്ചു. അപ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ച് ഒരു മനുഷ്യനുമായിട്ട് ഇടപെടാൻ അനുവദിക്കാത്തതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പം നമ്മളിപ്പോൾ ഫോണിൽ ഞാൻ കുറേയൊക്കെ കാര്യങ്ങൾ നമ്മളെ പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാരും മനസ്സിലാക്കണമെന്ന്. നമ്മൾ ഈ ഫോണിലൂടെ ചാറ്റ് ചെയ്യുകയും ഫോണിലൂടെ നമ്മൾ ബന്ധമുണ്ടാക്കുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഈ തൊട്ട് മനസ്സിലാക്കുക, കണ്ണിലൂടെ മനസ്സിലാക്കുക, മിണ്ടി മനസ്സിലാക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ അവിടെ സാധ്യമാകുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു ബന്ധം ഇതാകുന്നില്ല, വെറുതെ ഒരു ആഘോഷത്തിൻ്റെ നടുവിലാണ്. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ AI പരാജയപ്പെടുന്നത് അവിടെയാണ്, മനുഷ്യൻ്റെ മനസ്സും. കാരണം എന്ന് വെച്ചാൽ എൻ്റെ പ്രശ്നത്തിൻ്റെ ആഴം വളരെ ഒന്നുമില്ല. അഞ്ജന എന്നോട് സംസാരിക്കാനായിട്ട് തുടങ്ങുന്നതിന് മുമ്പേ അഞ്ജന എന്തോരം ആലോചിച്ചു കൂട്ടിയിരുന്നു അല്ലേ? അഞ്ജന ഉണ്ടാക്കിയ വാക്കുകളുണ്ടാകും, അഞ്ജന ഉണ്ടാക്കിയിട്ട് എന്നതുപോലെ തന്നെ നമ്മളുടെ ഉള്ളിൽ ഒരു വലിയൊരു ആലോചന അതിൻ്റെ പിന്നിലുണ്ട് മനസ്സിൽ, ഇല്ലേ? ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അതൊന്നും AI തരാൻ പറ്റില്ല ഒരിക്കലും. പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ പറയുന്ന ഹാരിയുടെ ബേസിക് പ്രോംപ്റ്റ് കൊടുക്കുന്നത് നമ്മളാണ്. അപ്പൊ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള റെസ്പോൺസ് അവിടെ കിട്ടില്ലോ. അതിനൊരു ആൾട്ടർനേറ്റ് സ്പേസ് ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇത് ഇങ്ങനെയല്ല. ഇപ്പൊ ആസ് യു സെഡ്, ആ രോഷത്തിനെ ആർട്ടിലൂടെ കൺവേർട്ട് ചെയ്ത് വിടുമ്പോൾ അത് കത്താർസിസ് ആവുകയും അത് കത്തിയിലൂടെ പോയ ക്രൈം ആവുകയും ചെയ്യുന്ന ഒരു ഏരിയ AI ചിന്തിക്കുന്നില്ല. ഉണ്ട്. ഞാൻ എന്താ പറഞ്ഞ മനസ്സ്, ഏയ്ക്കൊരു മനസ്സില്ല എന്നുള്ളതാണ്. ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് തിയേറ്ററിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കോ ആക്ടർ റിലേഷൻ, അങ്ങോട്ട് ഗിവ് ആൻഡ് ടേക്ക്. ഇതവിടെ നടക്കുന്നില്ല. നമ്മൾ കുറേ വർത്തമാനങ്ങൾ, കുറേ വാക്കുകൾ കേൾക്കുന്നിടത്തല്ല നമ്മളുടെ. അത് രണ്ട് മനുഷ്യർക്കിടയിലാണ്, മനസ്സിലായി? ആ രണ്ട് മനുഷ്യർക്കിടയിൽ ചിലപ്പോൾ അബദ്ധങ്ങളുണ്ടാകാം, തീരുമാനങ്ങളിൽ ചിലപ്പോൾ തെറ്റുകളുണ്ടാകാം, ചിലപ്പം കാഴ്ചപ്പാടുകൾ കുറച്ച് സംസാരിച്ച് കഴിയുമ്പോൾ കാഴ്ചപ്പാടുകളിൽ വ്യത്യാസം ഉണ്ടാകാം. പക്ഷേ എങ്കിൽ പോലും അവിടെ അവരെ ചേർത്ത് നിർത്തുന്നത് ആ ഹൃദയം എന്ന് നമ്മൾ പറയുന്ന ഒരു ഘടകമാണ്. മനസ്സിലായോ? എല്ലാ മനുഷ്യരും, എല്ലാ കലയും മാറ്റങ്ങൾക്ക് വിധേയമാകുന്നതും മനുഷ്യനും വിധേയമാകുന്നതും ചോദ്യങ്ങൾ കൊണ്ടാണ്. ചോദ്യങ്ങൾക്ക് വലിയൊരു പ്രസക്തിയുണ്ട്. ഇവിടെ ചോദ്യം അവിടെ കിടക്കുന്നു എന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ആ ചോദ്യം അവിടെ കിടപ്പുണ്ട്. നമ്മൾ ചോദിച്ച ചോദ്യത്തിന് പഴയ നമ്മൾ ഇട്ട് കൊടുത്ത മെമ്മറിയൊക്കെ കണക്ട് ചെയ്തിട്ട് അവർ റെസ്പോണ്ട് ചെയ്യും. പക്ഷെ അപ്പുറത്തുനിന്നൊരു ചോദ്യം ഇല്ല. ഇവിടുന്ന്
ഉള്ള ചോദ്യത്തിനുള്ള മറുപടി അവിടെ നിന്ന് ഒരു ചോദ്യമുണ്ട്. ഇപ്പം ഞാൻ അഞ്ജനെ പറയും മറുപടി നമുക്കനുസരിച്ചുള്ള നമ്മുടെ അൽഗോരിതവും നമ്മുടെ നേരത്തെ കൊടുത്തിട്ടുള്ള മെമ്മറി യൂസ് ചെയ്തിട്ട് നമ്മുടെ രീതിയിലുള്ള മറുപടി തരും, നമുക്ക് വേണ്ട മറുപടി. ഇപ്പം അഞ്ജനെ പറയണം, അഞ്ജന ഒരു നിവൃത്തിയില്ല, സാമ്പത്തികമായിട്ടൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒന്ന് സഹായിക്കണം എന്ന് പറയുമ്പോഴത്തേന് അഞ്ജന സഹായിക്കാൻ തയ്യാറാകുന്നതോടൊപ്പം തന്നെ അഞ്ജനൊരു ചോദ്യവും ചോദിക്കും, അടുത്ത ആഴ്ച എനിക്ക് ഇതേപോലെ തിരിച്ചു തരണേ, ഇല്ലെന്നുണ്ടെങ്കിൽ. കാരണം ഈ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഒരു ആ നമ്മൾ എന്താ പറയുക, ഈ ചോദ്യം ഇങ്ങോട്ടുണ്ട്, അവിടെ ആ ചോദ്യം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം, നമ്മൾ ഈ ചാറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടത് മാത്രമാണ് നമ്മളോട് ഈ ഫോണിലൂടെ മറ്റേ ആൾ ചാറ്റ് ചെയ്യുന്നത്. പക്ഷേ രണ്ട് മനുഷ്യർ നേരിട്ടിരുന്ന് സംസാരിച്ച് കണ്ണുകളിലേക്ക് നോക്കി തൊട്ട് ഇടപഴകി അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും എന്താ പറയുക, നമ്മുടെ മനസ്സിൻ്റെ പ്രശ്നങ്ങൾ മാറും. ഒരുപാട് സൈക്കോളജിസ്റ്റുമായിട്ടൊക്കെ നമ്മൾ ചെല്ലുമ്പോഴത്തേനും അവർ നന്നായിട്ട് കേൾക്കുകയും അവർ ചോദ്യങ്ങൾ ചോദിക്കും അല്ലേ, ലിസൺ ചെയ്ത് അവിടെ ചിലപ്പോൾ നമ്മൾ കരഞ്ഞു എന്ന് വരും. അതെ. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ അമൽരാജിൻ്റെ കൂടെ ഗ്രാമങ്ങളിൽ വീടുകളിൽ നാടകം അവതരിപ്പിക്കുന്ന ഒരു സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. സീരീസിൽ ഒരു കോൺസെപ്റ്റ് ഇവോൾവ് ചെയ്ത കോൺസെപ്റ്റിന് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിരുന്നു. അതിനെ പറ്റി പറയാം. ഇതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ ആണല്ലോ. അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും നാടകം ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ ഒരു വേൾഡ് തിയേറ്ററിലേക്ക് നാടകം കളിച്ചേ പറ്റും. അങ്ങനെ അന്ന് തിയേറ്റർ ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞുകൊണ്ട് കൊല്ലത്ത് ഒരു സ്പേസ് ഉണ്ടായിരുന്നു. എൻ പിള്ള സാറിൻ്റെ ശുദ്ധമണ്ഡലം എടുത്തു വെച്ച് നാടകം ചെയ്യാം. നാടകം വായിച്ചു 2011 വന്നു. വായിച്ചു വന്നപ്പോഴത്തേനും പല പ്രാവശ്യം വായിച്ചു വന്നപ്പോഴത്തേനും തന്നെ എനിക്കും അമലിനും വന്നിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പകുതി കഴിയുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ട്. 50 വർഷം മുമ്പ് എഴുതപ്പെട്ട നാടകം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നാടകം നമ്മളിപ്പോൾ എന്തിനു കളിക്കുന്നു എന്ന് പറയുന്നൊരു ചോദ്യം അവിടെയുണ്ട്. എങ്ങനെ കളിക്കണമെന്ന് പറയുന്നൊരു ചോദ്യം അവിടെയായിരുന്നു. അപ്പം ഇതിനൊക്കെ ഉത്തരം കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോഴത്തേന് എൻ പിള്ള സാറിൻ്റെ ആ നാടകത്തിൽ ഒരു വശത്ത് വെച്ച് നമ്മൾ ഒന്ന് ചേഞ്ച് ചെയ്ത്, എന്നാൽ ആ നാടകത്തിലൂടെ പറയാൻ സാധ്യതയുള്ള ഒരു ഏരിയയെ ഡെവലപ്പ് ചെയ്തെടുത്തു. അങ്ങനെ കാണാൻ വരുന്ന മനുഷ്യർക്ക് നമുക്ക് എൻ പിള്ള സാറിനെയും കൊടുക്കണം. ഒരു നിലപാടാണ് എൻ പിള്ള എന്ന് പറയുന്നൊരു നിലപാടാണ് ആ മനുഷ്യൻ. അപ്പോൾ അത് കൊടുക്കണം, നാടകം കൊടുക്കണം, അവർക്ക് വളരെ ഇഷ്ടം തോന്നണം. പിന്നെ സംഘാടകർക്ക് പൈസ അധികം മുടക്കാം, സംഘാടനം വളരെ ഇതായിരിക്കും. അപ്പോൾ ആ കൗതുകം വരത്തക്ക രീതിയിൽ ശുദ്ധമണ്ഡലം ഞങ്ങൾ കുറച്ച് സ്വതന്ത്രമായ ഒരു രംഗാവതരണം നടത്തി അവതരിപ്പിച്ചു. ആ സമയത്താണ് പുളൂർ മാഷിൻ്റെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, മുറ്റക്കളി നാടകം. ഇപ്പോൾ ഒരു നടൻ ചെല്ലുന്നു, അയൽവക്കത്തുള്ള ആൾക്കാരെയൊക്കെ വിളിച്ച് കൂട്ടിയിട്ട് മുറ്റത്ത് വെച്ച് നാടകം കളിക്കുന്ന. അപ്പോൾ അവിടുത്തെ സാഹചര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ആ നടൻ ആ സാഹചര്യങ്ങളെ മുഴുവൻ ആ നാടകത്തിൻ്റെ ഭാഗമാക്കും. അപ്പോൾ അവിടെ ഒരു സൈക്കിൾ ഇരിപ്പുണ്ടെങ്കിൽ പിന്നെ ആ സൈക്കിള് അയാൾ ഇതിനകത്ത് അതൊക്കെ വളരെ പെട്ടെന്നാണ് ആ നടൻ ആ സ്പേസ് ഇംപ്രവൈസ് ചെയ്യുന്നതും ക്രിയേറ്റ് ചെയ്യുന്നതും ഒക്കെ ഭയങ്കര രസമായിരിക്കും അത്. അപ്പം നമ്മുടെ നാടകവും ശുദ്ധമണ്ഡലവും നമുക്ക് എവിടെയും എങ്ങനെയും ഏത് രീതിയിലും നീട്ടി അവതരിപ്പിക്കണം, ചെറുതായിട്ട് അവതരിപ്പിക്കണം, ഹൈറ്റ് എല്ലാ രീതിയിലും ഇപ്പം എങ്ങനെ അവതരിപ്പിക്കാൻ പറ്റുന്നൊരു ഡിസൈനിലേക്ക് പോകണമെന്നുള്ളതുകൊണ്ട് പി ജെ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഞങ്ങളുടെ അധ്യാപകൻ അതിനകത്ത് കുറേ പണിയെടുത്ത്. അപ്പോൾ സാൻഡ്വിച്ച്, അതായത് രണ്ട് സൈഡിലും ഓഡിയൻസ് ഇരിക്കുകയും നീളത്തിൽ നാടകം കളിക്കുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ നാടകം കളിച്ചു. അരീനയിൽ 4 വശവും ആളിരിക്കുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തു. പ്രൊസീനിയം അങ്ങനെ ചെയ്തു. എങ്ങനെയും കളിക്കാം, ഒരു കോർണറിൽ വേണമെങ്കിൽ നമുക്ക് കളിക്കാം, എവിടെയും കളിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അതിനെ മാറ്റിയെടുത്തു. അതിൻ്റെ ചുറ്റുമുള്ള സാഹചര്യങ്ങളെ
നമ്മളുടേതാക്കിയെടുത്ത അതല്ല. കുറച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നിലനിൽപ്പിൻ്റെ ഭാഗമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു നാടകം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തരത്തിലും ആ നാടകത്തിന് പറ്റുന്ന തരത്തിൽ ആ സ്പേസിൽ ഡിമാൻഡ് ചെയ്തുകൊണ്ട് നാടകം കളിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. മറ്റേ നാടകം കളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ചില പരിപാടിയാണ്. പക്ഷെ ഒരു നാടകം ഏറ്റവും നന്നായിട്ട് ആകണമെന്നുണ്ടെങ്കിൽ ആ ഓഡിയൻസിനെ അതിന് സജ്ജരാക്കേണ്ടതുണ്ട്. അവതരിപ്പിക്കുന്ന നാടകത്തിലേക്ക് അവരെ സീരിയസ് ആക്കി കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ വന്നപ്പോഴത്തേന് നമ്മൾ അരീനയിൽ തന്നെ ആ നാടകം നമുക്കൊരു 300 ഓഡിയൻസ് മതി എന്ന് തീരുമാനിച്ചുകൊണ്ട് വളരെ ക്ലോസ്ഡായിട്ടുള്ള, നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യർ തമ്മിലുള്ള നല്ല രീതിയിലുള്ളൊരു കാഴ്ച ഉണ്ടാക്കുന്ന തരത്തിൽ അതിൻ്റെ ഒരു സുഖമൊന്നും ഭയങ്കര. നമുക്ക് മനുഷ്യർക്കിടയിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് ഭയങ്കര സുഖം ഉണ്ടാകും. നമ്മൾ വീട്ടിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഭ്രാന്തെടുത്തിരിക്കുക. നമ്മൾ റോഡിലേക്കൊന്ന് ഇറങ്ങി നടന്നു നോക്കി, ഒരുപാട് മനുഷ്യർ നമ്മളോട് സംസാരിക്കാൻ വരും, ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും, നമ്മളും ചോദിക്കും അല്ലേ. ഒരു 100 രൂപ പോക്കറ്റിലുണ്ടെങ്കിൽ ചായ കുടിക്കാൻ വരുന്നോന്ന് ചോദിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു മനുഷ്യരെ പിടിക്കുന്ന ഒരു പരിപാടി അങ്ങനെ ആക്കി അതാണ് ശുദ്ധമണ്ഡലം. കഴിഞ്ഞതിൻ്റെ 9 വർഷം അല്ലേ? ഒന്നും കൂടി നിങ്ങൾ ചെയ്തു ഒരു സീരീസ്? എല്ലാ വർഷവും കളിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ കൊച്ചിയിലുണ്ടായിരുന്നു. ഈ വർഷം കളിച്ചു. ഈ വർഷം ജനുവരി മറ്റോ ആണ് ഞങ്ങൾ കളിച്ചത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2011 തൊട്ടിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇത്. അപ്പോൾ ഓരോ പ്രാവശ്യം പെർഫോം ചെയ്യുമ്പോഴും നിങ്ങൾ ഈ നേരത്തെ പറഞ്ഞ ചോദ്യങ്ങൾ ചോദിക്കുകയും അതിൽ ട്രാൻസ്ഫോർമേഷൻസ് വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനന്ന് ശുദ്ധമണ്ഡലം കണ്ട സമയത്ത് ഇവിടെ SH കോളേജിൽ വെച്ചിട്ട് ചെയ്ത സമയത്ത് ഞാൻ അതിനകത്തൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അബൌട്ട് ഇത് 2 വ്യക്തികളാണ് അല്ലേ, അവരുടെ ഒരു നൈരാശ്യത്തിൻ്റെ ആസ്പെക്റ്റിലാണല്ലോ നമ്മുടെ ശുദ്ധമണ്ഡലം വരുന്നത്. അപ്പം അതിൽ ഫീമെയിൽ ക്യാരക്ടർ ഇൻവിസിബിൾ ആണ്. അപ്പം ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ഫീമെയിൽ ക്യാരക്ടറിന് അന്നത്തെ കാലഘട്ടത്തിൽ നിന്നും ഇന്നത്തെ കാലഘട്ടം എത്തുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ പെർസ്പെക്റ്റീവിന് ഒരു ചേഞ്ച് വരുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിനെ എങ്ങനെയാണ് യു ലുക്ക് അറ്റ് ഇറ്റ്? ഈ മെയിൽ ക്യാരക്ടേഴ്സിന് ഞാൻ ഇത് ചോദിക്കാൻ കാരണം പൊതുവേ ഐ ഹാവ് ഹേർഡ് നാടകത്തിൽ നമ്മൾ ഈ സിനിമയിൽ ജെൻഡർ കോൺവെർസേഷൻസ് നടക്കുന്നത് പോലെ ഉള്ളൊരു കോൺവെർസേഷൻ നാടകത്തിൽ ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളൊരു ഡിസ്കഷൻ വരാറുണ്ട്. പൊതുവെ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ കുറേ പേര് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിക്കുക, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ മാറുന്ന കാലഘട്ടത്തിനനുസരിച്ചിട്ട്, കാരണം അതിനകത്ത് ഒരു കാമുകിയും ഒരു ഭാര്യയുമായിട്ടുള്ള ഒരു ആളുണ്ടല്ലോ, അയാൾക്ക് ഒരു ഞാൻ എന്നതായിരുന്നു എന്ന് ചോദിച്ചത്. അയാൾക്കൊരു വ്യക്തിത്വം ഇല്ലേ എന്നുള്ളത് എന്താ വെച്ചാൽ 1-2 കാര്യങ്ങൾ. സിനിമ ഒരു മീഡിയമാണ്. സിനിമയ്ക്ക് സിനിമയുടേതായിട്ടുള്ള ഭാഷയുണ്ട്, വ്യക്തിത്വമുണ്ട്. നാടകം വേറൊരു മീഡിയമാണ്. അതിന് അതിൻ്റേതായിട്ടുള്ള നമ്മൾ ഈ വിഷ്വൽ ആർട്ട് എന്ന് പറയുന്ന രീതിയിൽ ഇവർ ചേർന്ന് നിൽക്കുന്നു. അഭിനയം എന്ന് പറയുന്ന കാര്യത്തിൽ ഗിവ് ആൻഡ് ഇതൊക്കെ ഉണ്ട്. പക്ഷെ രണ്ട് മീഡിയമാണ്. ഒന്ന് ഡയറക്ടറുടെ കാഴ്ചപ്പാടും, ഇവിടെ ഡയറക്ടറിനും അപ്പുറത്തേക്ക് നടൻ എന്ന് വെച്ചാൽ സിനിമയും നാടകവും തമ്മിൽ എനിക്ക് വ്യത്യാസമായിട്ട് തോന്നിയിട്ടുള്ളത് പ്രോസസ്സ് എന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നാടകം അരങ്ങിൽ പ്രോസസ്സ് സംഭവിക്കുന്ന തുടങ്ങി ആ പ്രോസസ്സ് തീരുന്നു, പിന്നെ അതിൻ്റെ പ്രോഡക്റ്റായിട്ട് മനുഷ്യരുടെ മനസ്സിലാണ്. സിനിമ അങ്ങനെയല്ല. അതിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഷൂട്ടിങ്ങാ, എഡിറ്റിങ്ങാ, അതിൻ്റെ പ്രോഡക്റ്റാണ് നമ്മൾ കാണുന്നത്. ഇത് അപ്പം ഭയങ്കര വ്യത്യാസം. സീരിയൽ വേറൊരു മീഡിയമാണ്. മൂന്ന് ഇതായിട്ടാണ് എനിക്ക് ഇത് കാണാൻ പറ്റുള്ളൂ. ഒരുപക്ഷെ സീരിയലിലുള്ളൊരു ആക്ടിങ് പാറ്റേൺ തന്നെ പ്രശ്നമാണ്. ഹോൾ ബോഡി ആക്ടിങ് എന്ന് പറയുന്നൊരു സംഭവം സിനിമയിലും നാടകത്തിലും ഉണ്ടെങ്കിൽ സീരിയലിൽ അതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നിപ്പോയി. അപ്പോൾ അത് ക്ലോസ് ഇതിൽ, അപ്പോൾ അതൊരു വേറൊരു മീഡിയമാണ്. നമ്മൾ പറഞ്ഞു വന്ന വിഷയം ശുദ്ധമണ്ഡലത്തെക്കുറിച്ചും കൂടെ ഒന്ന് പറയേണ്ടത്. 50 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടൊരു കൃതിയാണ്. അതിൽ ഒരു സ്ത്രീ കഥാപാത്രം ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ സ്ത്രീ കഥാപാത്രത്തെ ഒഴിവാക്കിയിട്ടാണ് ആ നാടകം ചെയ്തത്. അതിന് അത് ബോധപൂർവം ചെയ്തതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
50 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന സ്ത്രീകളുടെ ജീവിത സാഹചര്യമല്ല ഇന്ന്. 50 വർഷങ്ങൾക്ക് മുമ്പ് കുടുംബത്തെ ഡിപ്പെൻഡ് ചെയ്ത്, ഭർത്താവിനെ ഡിപ്പെൻഡ് ചെയ്ത്, മകനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയിൽ നിന്ന്, ഇല്ലെങ്കിൽ വിദ്യാഭ്യാസം തന്നെ ഇത്ര വരെ മതി. അതായത് ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ തീരുമാനമെടുക്കുന്നത് ചുറ്റുമുള്ള മനുഷ്യർ, ഇല്ലെങ്കിൽ അവരുടെ കുടുംബ പാരമ്പര്യ അഭിമാനം എന്തൊക്കെയോ ആയിരുന്നു. അതിൽ നിന്ന് ഇന്നൊരു സ്ത്രീ വേറൊരു തരത്തിൽ, അതായത് ATM കാർഡ് വരെ അവർ ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയുന്ന വ്യക്തികളായിട്ട്, തുല്യത എന്ന് പറയുന്ന ഒരു അവകാശബോധമുള്ള മനുഷ്യരായിട്ട് ഈ ഒരു ജനാധിപത്യ കാലം ഇപ്പോൾ, അന്ന് 50 വർഷം മുമ്പ് അതില്ല, കുറവായിരുന്നു. ഇന്നതിലേക്ക് മനുഷ്യ സമൂഹം എത്തി, എല്ലാ തരത്തിലും, ആണുങ്ങളായാലും സ്ത്രീയായാലും പുരുഷനായാലും ശരി. അങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. സമരങ്ങളിലൂടെയാണ് അത് നേടിയെടുത്തിട്ടുള്ളത്, അല്ലാതെ അവകാശമായിട്ട് നമുക്ക് പ്രത്യേകിച്ച് കിട്ടിയതല്ല. സമരം ചെയ്തും തർക്കിച്ചും ബഹളമുണ്ടാക്കിയും നമ്മൾ നേടിയെടുത്തിട്ടുള്ളതാണ്. ആ സ്ത്രീയെ ഇവിടെ കൊണ്ടുവരണ്ട എന്നുള്ളത് തീരുമാനമായിരുന്നു. എന്നിട്ട് നമ്മൾ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കാലഘട്ടത്തിൽ 2 പുരുഷന്മാരിരുന്ന്, ഒരു കാമുകനും ഒരേ സ്ത്രീയുടെ കാമുകനും ഭർത്താവും ഇരുന്ന് അവരുടെ വേർഷനാണ് സംസാരിക്കുന്നത്. അവൾ അത് ശരിയല്ല, അവൾ ഇത് ശരിയല്ല, അവൾ അങ്ങനെയല്ല. കാമുകൻ പറയുന്നു ഒരു സ്ത്രീയെ ഏറ്റവും മനോഹരമായിട്ട് ഒരു സ്ത്രീയെ മനസ്സിലാക്കി സ്നേഹിക്കുന്നത് കാമുകൻ മാത്രമായിരിക്കും എന്ന് പറയുന്നു. കാമുകൻ്റെ വേർഷനാണ്. അവൻ ഐസ്ക്രീമും മേടിച്ചു കൊടുക്കുന്നു, അവൾക്ക് ഇഷ്ടപ്പെട്ട ഐസ്ക്രീം മേടിച്ചു കൊടുക്കുന്നു, ഇല്ലെന്നുണ്ടെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട കളറ് അവൻ ചോദിച്ചു. ഭർത്താവ് എന്ന് പറയുന്ന ആളിനെ സംബന്ധിച്ച് അയാൾക്ക് നാളെ ഒരു ദിവസത്തെ അരി, മക്കൾ, അങ്ങനെയൊക്കെയുള്ളൊരു കാഴ്ചപ്പാടിലാണ് അയാൾ ഇരുന്ന് സംസാരിക്കുന്നത്. ഇവർ രണ്ടുപേരും സംസാരിക്കുന്ന ഇവരുടെ തോട്ടാ. സ്ത്രീയുടെ വേർഷൻ അവിടെ ഇല്ല. അവിടെ നിന്നാണ് ആ ക്യാരക്ടർ ഭർത്താവിനോട് ചോദിക്കുന്നത്, ജനാധിപത്യ ബോധത്തോടു കൂടിയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ കണ്ടിട്ടുണ്ടോന്ന്. അങ്ങനെ ഒരു കാര്യം ഉണ്ട്, ജനാധിപത്യ ബോധത്തോടു കൂടി. അപ്പോൾ ഭർത്താവ് ഇടയ്ക്ക് വെച്ച് ചോദിക്കുന്നുണ്ട്, മറ്റേ അവളുമായിട്ട് ഇഷ്യൂ പറയുമ്പോഴത്തേന്, ഈ കാമുകന് ജനാധിപത്യ ബോധം വേണ്ടേ? എന്താടാ നിനക്ക് കാമുകന് ജനാധിപത്യ ബോധം വേണ്ടേ? അല്ല, അത് ഞാൻ കാമുകനാണല്ലോ. കാമുകന് ജനാധിപത്യം. അപ്പം ജനാധിപത്യ ബോധമുള്ള ഒരു കാലഘട്ടത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന ശുദ്ധമദ്ദളം എന്ന് പറയുന്ന നാടകം, ഇപ്പം അന്ന് അഞ്ജന ചോദിച്ചതിൻ്റെ ആ ചോദ്യത്തിന് ഉത്തരം, അന്ന് ആ ബഹളത്തിനിടയ്ക്ക് നമുക്കത് അത്രയും ഈ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം ഈ ജനാധിപത്യ ബോധമുള്ള സമൂഹമായി മാറിയതിൻ്റെ പിന്നിൽ നമുക്ക് വലിയ പങ്കില്ല. പക്ഷെ നമുക്ക് മുമ്പേയുള്ള മനുഷ്യർക്ക് വലിയ പങ്കാവുന്നത്. അവര് വഴിവെട്ടിയ വഴി കൂടെയാണ് നമ്മൾ നടക്കുന്നത് എന്നുള്ളതാണ്. എത്രയോ മനുഷ്യര്, എത്രയോ സ്ത്രീകൾ അവരുടെ ജീവിതം, അല്ലേ, ചോദ്യം ചെയ്തും അതെ ഇറങ്ങിപ്പോന്നും വഴക്കിട്ടും പിടിച്ചെടുത്ത. അപ്പൊ ആ നീതി നമ്മൾ കാണിക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഇവരുടെ രണ്ടുപേരുടെയും വേർഷനാണത് ശുദ്ധമദ്ദളം. അതുകൊണ്ടാണ് ആ സ്ത്രീകളെ കുറിച്ച് അവർ വളരെ മോശം വർത്താനാ പറയുന്നത്, അല്ലേ? ഞങ്ങളത് ബോധപൂർവ്വം നമുക്ക് ചിന്തിക്കുന്ന സമയത്ത് വേർ ഇസ് ദ അതർ പേഴ്സൺ, ഇറ്റ്സ് ഒരു വൺ സൈഡഡ് നറേറ്റീവ് പോലെ പോകുന്ന പോലെ ആണ് രണ്ടുപേരും സംസാരിക്കുന്നത്. രണ്ടാണുങ്ങൾ കൂടുമ്പോഴത്തേന് എങ്ങനെയായിരിക്കും? അതിനിടയിൽ ഒരു സ്ത്രീ വരുമ്പോഴത്തേന് ആണുങ്ങളുടെ ഒരു ഇത് മാറില്ലേ? ഒരു സ്ത്രീ നടന്നു പോകുമ്പോഴത്തേന് അയാളുടെ ഒരു കാഴ്ചയുണ്ട്. പക്ഷെ ആ സ്ത്രീ വളരെ അടുത്ത് വന്ന് പെരുമാറുമ്പോഴത്തേന്, അല്ലേ? അതെ. ഇനി ശുദ്ധമദ്ദളം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണോ? പെർഫോം ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി സിൻസ് യു ഹാവ് ലോഡ് ഓഫ് വിഷൻ ഇൻ തിയേറ്റർ, അടുത്ത എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? അല്ലെങ്കിൽ ഇതുവരെ ഷെയർ ചെയ്യാത്ത വല്ല രഹസ്യങ്ങളും ഉണ്ടോ?
രഹസ്യങ്ങളൊന്നുമില്ല. നാടകം ചെയ്യാൻ ആഗ്രഹങ്ങൾ. അതാ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് നാടകത്തിൽ. നാടകം കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒന്നാമത് രൂപപ്പെട്ട ഇടം, നമുക്ക് കാഴ്ചപ്പാടുകൾ തന്ന ഇടം. അപ്പം നാടകത്തിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം, എല്ലാ നാടകമായിട്ട് ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. അപ്പോൾ കുറേ വർഷമായിട്ട് ഇങ്ങനെ മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നൊരു, ഞാൻ അഞ്ജനയുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. കോപ്പറേറ്റഡ് ആണെന്ന് നമുക്ക് ആദ്യം പറയാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉപയോഗിച്ചാലോ. റസ്കൽനിക്കോവ് ഒരു ദസ്തയേവ്സ്കിയെ വെച്ചാലേ ആ ഒരു കാലഘട്ടം, അതിനകത്ത് അതിൻ്റെ തുടക്ക സമയത്ത് റസ്കൽനിക്കോഫിനെ പറയുന്ന ഇടമുണ്ടല്ലോ, ആ ഒരു ഇടം ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. നമ്മളിങ്ങനെ മാണ്ട് കിടന്ന് ജീവിതത്തിൽ വേറെ എന്ത് ഒരു ഏത് ലക്ഷ്യമാണെന്ന് അറിയാതെ, എന്താ പറയുക, മുറിക്കുള്ളിൽ ആരെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ താല്പര്യമില്ല, പ്രത്യേകിച്ച് വേറെ എൻ്റർടൈൻ ഒന്നുമില്ലാതെ അതിനകത്ത് ഇങ്ങനെ ജീവിതം എവിടെ കൊണ്ട് എത്തിക്കണമെന്നറിയാതെ, ഇപ്പോൾ ബീഡി ഒക്കെ വലിച്ചിട്ട് ഈ ജനാലയിലൂടെ എറിയുമ്പോഴത്തേനും ചിലപ്പോൾ ആ പടിയിലൊക്കെ തട്ടിയിട്ട് താഴെ വീഴുമ്പോൾ പോയി എടുത്തിട്ട് വന്നിരുന്ന് തിരിച്ചിരുന്ന് കറക്റ്റ് ആ ഹോളിൽ കൂടെ പുറത്തേക്ക് ഇടാനായിട്ട് ശ്രമിക്കുക. അല്ല വേറെ ഒന്നുമില്ല, വായിക്കുക ഒന്നുമില്ല, മാണ്ട് കിടക്കുക എന്ന് പറയും നാടൻ ഇല്ല, മാണ്ട് കിടക്കുക, കുളിക്കില്ല, ഒളിച്ച് ഇരിക്കുക. ഇപ്പോൾ അയാളെ നേരെ കണ്ട അയാളുമായിട്ട് സംസാരിക്കേണ്ടി വരുമോ എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ഒരു ഘട്ടത്തിൽ എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. അതൊരു പക്ഷേ ഒരു 18-നും 20-നും ഒക്കെ ഇടയ്ക്കാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമുക്കൊരു അത് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ചാടി ഇറങ്ങുമല്ലോ. ഈ സംഭവം ദസ്തയേവ്സ്കി മനോഹരമായിട്ട് ഈ ക്രൈം ആൻഡ് പണിഷ്മെൻറ്റിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കത് വായിച്ചപ്പോൾ തോന്നിയെന്ന് പറഞ്ഞാൽ, ആ സ്ഥലത്ത് നിന്നാണ് നമ്മൾ ചിലപ്പം ക്രൈം ചെയ്യാൻ, അതെ ക്രൈം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോകാം. ചിലപ്പോൾ കുറച്ചുകൂടെ മനുഷ്യർക്ക് ഗുണമുണ്ടാകുന്ന തണൽ മരങ്ങളായി മാറാം, സ്വയം വലിയൊരു എന്താ പറയുക എവറസ്റ്റായിട്ട് മാറാം. ആ ഒരു അതെടുത്ത് വെച്ച് എനിക്ക് ആ റസ്കൽനിക്കോഫിനെ, അപ്പം ഞാൻ ഉണ്ണിസാർ ഗംഭീരമായിട്ട് സ്ക്രിപ്റ്റ് എഴുതും. ഏകാന്തത്തിൻ്റെയൊക്കെ സ്ക്രിപ്റ്റ് ഞാൻ വായിക്കാൻ തരാം, ബുക്ക് പണ്ടിട്ട്. അപ്പം ഞാൻ ഉണ്ണിസാറുമായിട്ട് സംസാരിച്ചപ്പോൾ ഉണ്ണിസാറിന് ഈ അവസ്ഥയുണ്ട്, ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എടാ എനിക്കൊന്നും ഹുക്ക് കിട്ടുന്നില്ല. അപ്പം എനിക്ക് അങ്ങനെയുള്ള എന്താ പറയുന്നത്, ഈ മാണ്ട് കിടക്കുന്നൊരവസ്ഥ ഇപ്പം എനിക്ക് ഡെവലപ്പായിട്ടുണ്ട്. കാരണം ആ സാഹചര്യം നിന്ന് എനിക്കത് ചെയ്യണം. അതൊരു ജീവിതത്തിൽ വലിയൊരു സോളോ ചെയ്യണമെന്നുള്ളതാണ്. ഞാൻ ശ്രീജിത്തിനോടും പറഞ്ഞു, ശ്രീജിത്തിനോടല്ലേ, ശ്രീജിത്തിനോട് ഞാൻ ഇത് ഇങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ട്, ദേവേന്ദ്രനാഥിനോട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇത് എല്ലാവർക്കും അറിയാം. പക്ഷേ കടൽ പോലെ കിടക്കുന്ന ഈ ക്രൈം ആൻഡ് പണിഷ്മെൻറ്റിൽ നിന്ന് റസ്കൽനിക്കോഫിനെ ഒരു ഏരിയയിൽ കൊണ്ടുപോയി എങ്ങനെ, അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ബിക്കോസ് നമുക്ക് എല്ലാവരും ഗോ ത്രൂ ചെയ്യുന്നൊരു സ്പേസ് അത്. ലൈക്ക് ഈ ഒരു വാട്ട് നെക്സ്റ്റ് എന്നൊരു ഐഡിയ ഇല്ലാതെ നമ്മൾ ഒരു എന്താ പറയുക കച്ചിത്തുരുമ്പ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന. ഇപ്പൊ കല്യാണം കഴിയുന്ന മനുഷ്യർ കല്യാണം കഴിഞ്ഞ് ഒരു വർഷമൊക്കെ ഭയങ്കര എൻജോയ് ചെയ്ത്, ഇതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ കൂടെ നമുക്കൊരു പാർട്ട്ണർ വന്നു എന്ന് പറയുമ്പം, ഞാൻ നേരത്തെ പറഞ്ഞില്ല, തൊട്ട് കൈ പിടിച്ച്, ഇല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പുതിയ സുഹൃത്ത് സ്ഥിരമായിട്ട് ഭയങ്കര ബോണ്ടിങ്, കുറേ നമ്മൾ ഭയങ്കര എനർജറ്റിക് ആയിട്ട് അതിങ്ങനെ അത് അങ്ങനെയല്ല. അതിൻ്റെ നേരെ ഓപ്പോസിറ്റായി പോകും.
ഇപ്പം അതെനിക്ക് urban lawn ഡിവോഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, സ്ത്രീകളായാലും പുരുഷന്മാരായാലും, അവരൊരു 5-6 മാസത്തേക്ക് അവരങ്ങ് മാണ്ടുപോകും. ചോദ്യങ്ങൾ ഇതൊക്കെ വന്നിട്ട് 5-6 മാസമൊന്നുമല്ല നമ്മുടെ നാട്ടിൽ. അല്ല ഓരോരുത്തര് സിംപ്ലിഫൈ അല്ലേ ഇങ്ങനെ. ഈ +2 ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന അവസ്ഥ, അവിടെ നല്ല സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഡിസ്കഷൻ, പക്ഷെ അല്ലാതെ വരുന്ന സമയത്ത് +2 കഴിഞ്ഞ്, ചിലപ്പോൾ ഡിഗ്രി കഴിഞ്ഞ്, ചിലപ്പോൾ PG കഴിഞ്ഞ്, ചിലപ്പോൾ ഒരു ജോലി കഴിഞ്ഞിട്ട് അതിന്റെ ഗ്യാപ്പില്, പിന്നെ എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു urban loneliness, ഇപ്പോഴത്തെ ഒരു മറ്റൊരു പാൻഡമിക് ആയിട്ട് പറയുമല്ലോ, ഈ ഒറ്റയ്ക്കൊരു വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന 30-കാരും ഉണ്ടാവും, 40-കാരും ഉണ്ടാവും, 50-കാരും ഉണ്ടാവും. അവര് ആ ലോൺലിനെസ്സിനെ അങ്ങോട്ട്, സോളിറ്റ്യൂഡ് അല്ല, ലോൺലിനെസ്, നമ്മുടെ ലഞ്ച് ബോക്സിലെ ഇർഫാൻ ഖാന്റെ ഒക്കെ പോലത്തെ ക്യാരക്ടേഴ്സ്, ആ urban loneliness ഇപ്പോൾ ശരിക്കും ഒരു വലിയ ക്രൈസിസ് ആയിട്ട് എൻ്റെ തന്നെ, ഞാൻ ബാംഗ്ലൂരിൽ എൻ്റെ സുഹൃത്തുക്കളൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ആ ഒരു സെനാരിയിലൊക്കെ ഈ ഒരു കോൺവെർസേഷൻസ് ത്രൂ തിയേറ്റർ വുഡ് ഐ തിങ്ക് റിയലി ഹെൽപ്പ്. ഈ മാണ്ട് കിടക്കണത് വർക്കുണ്ട്, പണിയില്ലാഞ്ഞിട്ടല്ല, പക്ഷെ മൊണോട്ടണസ് ആയിട്ട് ഇങ്ങനെ പോവുകയും, പിന്നെ ഈ ഹ്യൂജ് ട്രാഫിക് ഒക്കെ ആയതുകൊണ്ട് തന്നെ ഈ പരസ്പരം കാണുക എന്ന് പറയുന്നത് ഒരു പ്രോസസ്സായി മാറി. നമുക്ക് കൊച്ചിയിൽ നിന്ന് 10 മിനിറ്റ് 15 മിനിറ്റ് എന്ന് പറയുന്നതും ബാംഗ്ലൂരിൽ ഇതേ ദൂരം 1.5 മണിക്കൂർ എടുക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പൊതുവെയുള്ള സിറ്റി, കള്ളു കുടിക്കുന്ന ഇടങ്ങളിൽ പോലും ഇതുണ്ട്. ഈ ഒറ്റയ്ക്കിരുന്നിട്ട് വീട്ടിനകത്തിരുന്ന്, ഞാൻ പറയുന്നത് നമ്മൾ മനുഷ്യർക്കിടയിലൂടെ പോവുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മാർഗം. മനുഷ്യർക്ക് ക്യാമറ ഇല്ലാത്ത സ്ഥലമാണ്. ക്യാമറ ഇല്ലാത്ത സ്ഥലം പറഞ്ഞാൽ നമുക്ക് സിനിമയെ പറ്റി സംസാരിച്ചാലോ? ശരിയാ, നമ്മൾ എവിടാ പോകുന്നത്? അതെ. അപ്പൊ സിനിമ ശരിക്കും ഈ സ്റ്റാർട്ടഡ് വിത്ത് ഡോക്ടർ ബിജു സൈറയില്, അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ഒരുപാട് സിനിമകൾ ചെയ്തു. അതില് സ്വാതന്ത്ര്യം അർദ്ധരാത്രി, അതില് അന്നേ റസൂലില് അന്നയുടെ കാമുകനായിട്ട് ചെയ്തു. പിന്നെ ലൂക്കയാണ്, ചാർലി ഉണ്ട്, മറ്റേ മസാല റിപ്പബ്ലിക്, ഹോംലി മീൽസ്, പിന്നെ ഇങ്ങനെ വന്ന് പൊന്മാനിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത്, പൊന്മാനിലെ ദീപക് പറമ്പോളിന്റെ ക്യാരക്ടർ ശരിക്കും റിയൽ ലൈഫില് രാജേഷ് ശർമ്മയാണ്. ദീപകിന്റെ ക്യാരക്ടറിന് പേര് ശർമ്മ തന്നെയാണ്. പിന്നെ ഇന്ദു ഗോപൻ അത് ഞങ്ങളുടെ ഏറ്റവും മനോഹരമായിരുന്ന ഒരു കാലഘട്ടം. ജീവിതത്തിൽ ഒരു ഇതുമില്ല, നാടകം കഴിഞ്ഞിട്ട് ഇപ്പം അങ്ങ് കുത്തി മറിച്ച് കളയാം. വലിയ വിപ്ലവങ്ങൾ, നമ്മൾ സാംസ്കാരിക വിപ്ലവങ്ങൾ എന്നൊക്കെ പറയുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ ഞങ്ങൾക്ക് കൂട്ടായിട്ട് വന്ന് പറഞ്ഞാൽ കാനായി കുഞ്ഞിരാമൻ എന്ന് പറയുന്ന ലെജൻഡ്. ഞങ്ങളിങ്ങനെ എനർജറ്റിക്കായിട്ടൊരു 5-8 എണ്ണം ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ കാനായി സാർ വന്നിട്ട് പറഞ്ഞു, എടാ നീയൊക്കെ ഇങ്ങനെ നടന്നാൽ പോരാ, നിങ്ങളൊരു ഗ്രൂപ്പായിട്ട് കാര്യങ്ങൾ ചെയ്യണം, സംഘാടകരും മറ്റേ ഇതൊക്കെ ആക്കി ചെയ്യണം. എന്നാൽ പിന്നെ എന്താ എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ കാനായി സാറും സാറിൻ്റെ വൈഫും താമസിക്കുന്ന കോട്ടേജിൻ്റെ ഫ്രണ്ടിൽ തന്നെയായിരുന്നു ഞങ്ങളെ ഈ ഊണും ഉറക്കവും എല്ലാം. സാറും വന്നിരിക്കും. അങ്ങനെ ഇരുന്നപ്പോഴാണ് സാറ് പറയുന്നത്, നിങ്ങൾക്ക് കൊള്ളാം നമുക്ക്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ലളിതകലാ അക്കാദമി ചെയർമാൻ അന്ന്. അപ്പോൾ അക്കാദമിയുടെ പെയിൻറ്റിങ്സ് കൊല്ലത്ത് പെയിൻറ്റിങ് ഇത് വർക്ക്ഷോപ്പ് വേണം. കേരളത്തിന് പല ഭാഗത്തുനിന്ന് ആർട്ടിസ്റ്റുകൾ വരുവാണ്. അപ്പോൾ ഈ വരയ്ക്കുന്ന ഈ ഉപയോഗിക്കുന്ന ഈ വരച്ച ഈ പെയിൻറ്റിങ് വിൽപ്പന നടത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമല്ലേ. നമുക്കന്ന് അങ്ങനെ ഒന്ന് പിടിച്ചു നോക്കിയാലോ എന്ന് പറഞ്ഞു. ഞങ്ങൾ ഈ 7 എണ്ണം വെറുതെ നിൽക്കുകയാണ്, വെറുതെ മറ്റേ കാള കളിച്ച് 7 എണ്ണത്തിലെ പൊന്മാന്റെ ഡയറക്ടറും ഉണ്ട്, ജ്യോതിഷുണ്ട്. ജ്യോതിഷുണ്ട്, ഷെല്ലയുണ്ട്, ഷൈജു ഉണ്ട്, വിക്രമൻ, PJ ഉണ്ണികൃഷ്ണൻ ഞങ്ങളുടെ അധ്യാപകൻ, അത് ഞങ്ങളുടെ ആത്മീയ നേതൃത്വം. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഈ കാര്യങ്ങൾ ഇതാക്കുന്ന സമയത്താണ് നിൻ്റെയൊക്കെ കൂട്ടത്തിൽ ഒരു പെൺകൊച്ചിനെയും കൂടെ തരാവിടാന്നും പറഞ്ഞു. അതുവരെ അവിടെ കറങ്ങി നടന്നൊരു സുന്ദരി ഒരുത്തി ഉണ്ടായിരുന്നു, ഇച്ചിരി ജാട കേസ്. ഇന്ന് മാതൃഭൂമി ന്യൂസിൻ്റെ റിപ്പോർട്ട് മറ്റേ ഇതാണ്, ന്യൂസ് റീഡറാണ്, SR മുത്തി. അവളന്ന് കലാതിലകമൊക്കെ ആയിട്ട് ജാടയിട്ട് നിന്നതാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾ നിങ്ങൾക്കൊരു പെങ്ങൾ കാനാ സാറ് അവൾ തന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഒരു
പെയിൻറ്റിങ് വിൽപ്പന, വമ്പം വലിയ മുതലാളിമാർ, അതായത് സാധ്യതയുള്ളിടത്തൊക്കെ നമ്മൾ പോയി സംസാരിക്കും. നമ്മൾ പോയ പഴുക്കില്ല എന്നുള്ള സ്ഥലത്ത് പതുക്കിനെ കാനായ സാറിനെ ഉന്തിത്തള്ളി അവിടെ കൊണ്ടുപോകും. അങ്ങനെ പെയിൻറ്റിങ് മേടിക്കാൻ, അതായത് വരച്ച എല്ലാ പെയിൻറ്റിങ്ങും 1000 രൂപ 1500 രൂപ വിലയ്ക്ക് ഓരോരുത്തർ, അതായത് ഒരാൾ വരച്ച് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ അയാളുടെ പെയിൻറ്റിങ് വിൽപ്പന നടത്തി. അതാണ് എൻ്റെ ഒരു. അപ്പം അങ്ങനെ അപ്പം സാറിന് ആ സമയത്ത് നടന്നതാണോ? അല്ല, അത് കഴിഞ്ഞപ്പോഴത്തെ സാറ് പറഞ്ഞു നീ എന്നൊക്കെ ഒരു പേരിടാം എന്നും പറഞ്ഞിട്ട് കഞ്ഞി എന്നും പറഞ്ഞ് ഗ്രൂപ്പിന് പേര്. ഞാൻ പറഞ്ഞതാ, ഞങ്ങൾ പറഞ്ഞു സാറ് എന്തൊരു വർത്താനാണ് സാറേ കഞ്ഞി എന്നൊക്കെ പേര്. എടാ കഞ്ഞി എന്ന് പറഞ്ഞാൽ പനി വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ സമൂഹത്തിന് പനി വരുമ്പോഴാണ് നിങ്ങളുടെ ആവശ്യം, അതാണ് കഞ്ഞി എന്നിട്ടത്. ഞങ്ങൾ അത് പറ്റത്തില്ല എന്ന് പറഞ്ഞു. സാറേ മനുഷ്യൻ്റെ മുമ്പിൽ ഇറങ്ങി അങ്ങനെ പോയി. സാറ് തിരുവനന്തപുരത്ത് പോയിട്ട് സാറ് വിളിച്ച്, സാറ് മൊബൈൽ ഉപയോഗിക്കത്തൊന്നുമില്ല, ഞങ്ങളുടെ കയ്യിലും അങ്ങനെ മൊബൈലൊന്നുമില്ല, മൊബൈലില്ല, അന്ന് മൊബൈലില്ല. അപ്പോൾ സാറ് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു മോന്തായം, അതാണ് പേര്. മോന്തായത്തിൻ്റെ പ്രത്യേകത, അന്ന് മോന്തായം എന്ന് കേട്ടിട്ടുള്ളൂ, എന്താണെന്ന് നമുക്കറിയില്ല. അവിടെ മോന്തായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 64 കഴുക്കോലുകൾ ചേരുന്ന ഇടമാണ് മോന്തായം. അപ്പം മോന്തായം വളഞ്ഞാൽ 64 വളയും. അപ്പം മോന്തായം എന്ന് പറയുന്നൊരു സംഭവം. പിന്നെ ഞങ്ങളൊക്കെ ഒരു എംപ്ലോയീസ് എന്തൊക്കെയോ ഞങ്ങൾ വലിയ പ്രസ്ഥാനമായിട്ട് ജ്യോതിഷിൻ്റെ റൂമാണ്. അന്ന് 800 രൂപ വാടക, അത് കൊടുക്കാൻ നിവൃത്തിയില്ല. പക്ഷെ സ്വപ്നങ്ങൾക്ക് യാതൊരു കുറവുമില്ല. അതിനകത്ത് എനിക്കൊരു ഗുണമുണ്ടായെന്ന് പറഞ്ഞാൽ ഞാൻ നാടക പ്രവർത്തകനാണ്. അപ്പോൾ എനിക്ക് പറ്റുന്ന ഒരു വലിയൊരു ടീം അവിടെ ഉണ്ടായി. ശില്പികൾ, ചിത്രകാരന്മാർ, സംഗീതജ്ഞർ, എഴുതുന്നവർ, പാടുന്നവർ, എല്ലാവരും കൂടെ ചേർന്ന് പിന്നെ ആ മോന്തായം എന്ന് പറയുന്ന ആ സ്പേസിലേക്ക് ഇഷ്ടംപോലെ മനുഷ്യർ വന്നു ചേർന്നു. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ, ഞങ്ങളുടെ സംഘാടനത്തിൽ ചേരുന്ന ആളുകൾ, മാധ്യമപ്രവർത്തകരായിട്ടുള്ള സുഹൃത്തുക്കൾ. ഇന്ന് കൊല്ലത്ത് മനോരമയുടെ ജയചന്ദ്രൻ എലങ്കത്ത്, കൊല്ലം ബ്യൂറോ ചീഫ്, ഇവൻ്റെയൊക്കെ കയ്യിൽ നിന്ന് ഇവൻ്റെയൊക്കെ ശമ്പളം കിട്ടുന്ന സമയത്ത് നമ്മൾ അവിടെ പോയി നിന്നിട്ടുണ്ട്. അവിടെ നിന്ന് പൈസ മേടിച്ച് വെച്ചുവാണ് ഈ റൂമിൻ്റെ പൈസ. അങ്ങനെ ഒരുപാട് ലല്ലു, ലല്ലു, അപ്പം ഇവരെല്ലാം ഞങ്ങളെ ഇഷ്ടമാണ്. ഞങ്ങളുടെ ഈ സംഘാടനവും ഞങ്ങളുടെ കലയും ഞങ്ങളുടെ തോട്ടും ഒക്കെ ഇവർക്ക് ഇഷ്ടമാണ്. ഇവർ ഞങ്ങളെ ഏറ്റവും നന്നായിട്ട് ചെയ്യും. സമരങ്ങൾ നാടകത്തിലൂടെ ചെയ്യും. എല്ലാവരും എനർജറ്റിക്കാണ്. ഇന്ന് പലരും ഓരോ മേഖലകളിൽ ഏറ്റവും മനോഹരമായിട്ട് അവരവരെയൊക്കെ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. മോത്തി മാതൃഭൂമിയിലുണ്ട്, അവൾ ജേർണലിസ്റ്റും ചിത്രകാരിയും ശില്പിയും ഒക്കെയാണ്. ഷെൻലെ പെയിൻറ്ററാണ്. 8 പോയിൻ്റ് ആർട്ട് കഫേ, ജ്യോതിഷ് ആർട്ട് ഡയറക്ടറായി, ഇപ്പോൾ പൊന്മാൻ്റെ ഡയറക്ടറായി. ഞാൻ സിനിമ എന്ന് പറയുന്നൊരു സ്പേസിൽ വിക്രമൻ ജ്യോതിഷിൻ്റെ അസോസിയേറ്റ്, ഷൈജു വേറൊരു ഇത്, ഉല്ലാസ് കൗർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, അദ്ദേഹം ഗംഭീര ഗായകനും, അദ്ദേഹം ഫോക്ലോറിൽ റിസർച്ച് ചെയ്തിട്ടുള്ള ഫെലോഷിപ്പൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ്. അപ്പോൾ എല്ലാവരും ഓരോ രീതിയിൽ, പക്ഷെ ഭയങ്കര ഉൾക്കരുത്തുണ്ട് ഞങ്ങൾക്ക്. കാരണം ഈ 6-7 പേര് നിന്നാണ് ഓരോ കാര്യങ്ങൾ സംഘടിപ്പിച്ചിരുന്നത്. സാമ്പത്തികം കണ്ടെത്തുന്നത് മാത്രമല്ല, പല രീതിയിലും മനുഷ്യരുടെ, കൊല്ലത്തുള്ള ധാരാളം മനുഷ്യരുടെ സഹായവും ഞങ്ങൾക്കുണ്ടായിരുന്നു. ആ റൂമിൽ ഉണ്ടായ ഒരു ഇൻസിഡൻ്റാണ് പൊന്മാൻ. അപ്പം ജ്യോതിഷിൻ്റെ മനസ്സിൽ ഒരു നിസാര കാര്യമാണ്. ഒരിടത്തും സ്വർണം, കൊല്ലത്ത് അങ്ങനൊരു പരിപാടിയുണ്ട്, അങ്ങനെ കണക്ട് ചെയ്തു, അത് മറന്നു. പക്ഷെ ജ്യോതിഷ് ഇങ്ങനൊരു കഥ ചെയ്യണമെന്ന് ഒരുപാട് കഥകൾ ആലോചിക്കുന്ന കൂട്ടത്തിൽ ജ്യോതിഷ് ഇന്ദുഗോപൻ്റെ ഒക്കെ ഇങ്ങനെയൊരു കാര്യം പറയുകയും, ഇന്ദുഗോപൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ അതിനെ മനോഹരമായ ഒരു പൊന്മാനാക്കുകയും ചെയ്തു. പൊന്മാൻ സിനിമ കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരുപാട് മൊമെൻറ്റുകളുണ്ട്, ഞങ്ങൾക്ക് മാത്രം മനസ്സിലാകുന്ന കാര്യങ്ങൾ. കാരണം നിങ്ങളിത് പൊന്മാനെ കണ്ടതുപോലെയല്ല ഞങ്ങൾ കാണുന്നത്. കാരണം അതിനകത്ത് ഇപ്പോൾ രസകരമായിട്ടുള്ള ഒരുപാട്, ഇപ്പം അതിനകത്ത് തന്നെ ചെയ്ത ബീഡി വലിക്കുന്നതാണ്.
കർത്താവ് വീടി വലിച്ചിട്ട് കർത്താവിൻ്റെ വേഷം ഇട്ട് അതൊക്കെ നടന്ന സാധനമാണ്. നടന്നു എന്ന് മാത്രമല്ല, ഇതൊക്കെ ഇവർക്കറിയാം. ഞങ്ങളുടെ കർത്താവ് വീടി വലിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് വിഷമിച്ച മിണ്ടാതിരുന്ന ചില സുഹൃത്തുക്കൾ വീഡിയോ വലിച്ചല്ലേ പറ്റത്തുള്ളൂ. സ്റ്റേജിൻ്റെ പുറകിൽ നിന്നുകൊണ്ട് വീഡിയോ വലിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് ഒരു ടീം കാനഡയിൽ നിന്ന് കണ്ട അവൻ്റെ ആൻറ്റിമാരെയും കൊണ്ട് വരുക, ജോർജ് എന്നും പറഞ്ഞ്. ജോർജ് വന്നിട്ട് അപ്പം ബീഡി ഇരിക്കുന്നുണ്ടും ഇങ്ങനെ പിടിച്ചു, വായിക്കാത്ത പുകയും പോയി. ഇതാണ് ഞങ്ങളുടെ കർത്താവ് എന്ന് പറഞ്ഞിട്ട് അവൻ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് എൻ്റെ കർത്താവിൻ്റെ ഇത് കണ്ടിട്ടാ. നിങ്ങളുടെ കർത്താവ് വീട് വിളിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ പോയി. എന്നോട് കുറേ മാസങ്ങൾ മിണ്ടിയില്ല, നോക്കൂല, മുഖത്ത് നോക്കൂല. അവൻ അത്രമാത്രം കർത്താവിനെ ഇഷ്ടപ്പെട്ടിരുന്നു, അതേപോലെ എന്നെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളതാണ് എന്നിലെ കർത്താവിനെ ഇഷ്ടപ്പെട്ടിരുന്നു. പിന്നെ ഒരു രസം എന്ന് പറഞ്ഞാൽ, ഞാനിങ്ങനെ ഒരു നാടകത്തിൽ അഭിനയിച്ച ഫോട്ടോ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ എൻ്റെ ഒരു സുഹൃത്ത് ഇത് എനിക്ക് വലുതാക്കി ഫ്രെയിം ചെയ്തു തന്നു. ഞാനത് എൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചു. അത് വാടകയ്ക്ക് കൊടുത്തായിരുന്നു വീട്. അവിടെ ഈ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് ബാങ്ക് കോച്ചിങ്ങിന്. അപ്പം ഞാൻ അപ്പോഴത്തേനും ഞാൻ കണ്ണൂരും ഒക്കെ ആയി. അപ്പം എൻ്റെ ഒരു സുഹൃത്ത് ഒരു ദിവസം വാടക മേടിക്കാൻ അവിടെ ചെന്നപ്പോഴത്തേന് ഇവൻ ഈ കാണുന്ന ഒരു ഫോട്ടോ വെച്ചേച്ച് മെഴുകുതിരി കത്തിച്ചിരിക്കുക. അവൻ ചോദിച്ചു, ഇതാരത് ഇങ്ങനെ കാണിച്ചു വെച്ചതെന്ന് വെച്ചാൽ അവിടെ ഇരുന്ന തിരുവല്ലക്കാരനായിട്ടുള്ള ഒരു പയ്യൻ. അവൻ കുറച്ചാൾ മുമ്പ് കൂടി എന്നെ വിളിച്ചുള്ളൂ. അവൻ എഴുന്നേറ്റ്, ഇത് ഞങ്ങളുടെ കർത്താവിൻ്റെ ഫോട്ടോ. കർത്താവൊന്നും അല്ല, ഇത് വീട്ടിൻ്റെ വീടിൻ്റെ മുമ്പേ. അപ്പം അതിങ്ങനെയൊക്കെയുള്ള ഇത് കാണുമ്പോഴത്തേക്കും നമ്മളുടെ ഉള്ളിലേക്ക് അന്നത്തെ കഷ്ടപ്പാടും വേദനയും ഇതെല്ലാം തിരിച്ചു വരും. അപ്പം ജ്യോതിഷത് മനോഹരമായിട്ട് കൊല്ലത്തിനെ അടയാളപ്പെടുത്തണം. പൊന്മാൻ ജ്യോതിഷം അടയാളപ്പെടുത്തിയപ്പോൾ രസകരമായ അഞ്ജന കണ്ടയാണല്ലോ. കൊല്ലത്തിൻ്റെ തീരവും കായലിൻ്റെ തമ്മിൽ 1 കിലോമീറ്ററിൻ്റെ വ്യത്യാസമുള്ളൂ. ജ്യോതിഷ് കടലിൽ നിന്ന് നേരെ കായലിലേക്കാണ് ആ കൾച്ചർ കിട്ടുക. കടലിൻ്റെ മനുഷ്യരുടെ ജീവിതവും അവരുടെ വേവലാതികളും ഒരു വശത്ത് അടയാളപ്പെടുത്തിയിട്ട് നേരെ പിന്നെ കായലിൻ്റെ സംസ്കാരത്തിലേക്ക് ആ ചേഞ്ച് ഗംഭീരമായിട്ട് എത്തിച്ചിട്ടുണ്ട് അതിനകത്ത്. അത് അവിടെയൊക്കെ ഞങ്ങൾ ജീവിച്ചിട്ടുണ്ട്. ഈ പള്ളിയിൽ നാടകം ചെയ്യുന്ന സമയത്ത് ഞാൻ അവതരിപ്പിച്ച കഥാപാത്രമായ പള്ളിയിലച്ഛൻ ജോസ് പ്രകാശ് എന്ന് പറഞ്ഞ് മരിച്ചു പോയിട്ടുള്ള, കേരളത്തിലെ വള്ളംകളിക്ക് വലിയൊരു സംഭാവന ചെയ്തിട്ടുള്ള ജീസസ് ബോട്ട് ക്ലബ്ബ് എന്ന് പറയുന്നത്, അതിൻ്റെയൊക്കെ തുടക്കക്കാരനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിലാണ് ഞാൻ കൂടുതൽ ബൈബിൾ നാടകങ്ങൾ ചെയ്തിട്ടുള്ളത്. പള്ളിയിൽ ഞങ്ങളെല്ലാ പള്ളിയിൽ കിടന്നുറക്കും. പള്ളിയിലെ മേടയിൽ ഞങ്ങൾക്ക് അച്ഛൻ്റെ റൂമും വേറൊരു ഗസ്റ്റ് റൂമുണ്ട്. ഇതിനകത്താണ് ഞങ്ങളുടെ ഇത്. പക്ഷേ ഇന്നേ വരെ ഞങ്ങളുടെ എന്തെല്ലാം നാടകം ഇതിനകത്ത് കോംപ്രമൈസ് ഇല്ല, നാടകം ചെയ്യുന്നത്. പക്ഷെ ഞങ്ങൾ വന്ന് ഇവിടെ കിടന്ന വെച്ചേ ബഹളം ഉണ്ടാക്കിയാലും ഞങ്ങൾക്കെല്ലാം ഭക്ഷണവും തരും, വൈനും കട്ടുപിടിക്കും, എന്നാലും ഞങ്ങളെ വഴക്ക് പറയത്തില്ല. അങ്ങനെയുള്ളൊരു മനുഷ്യനാണ് ജോസ് പ്രകാശ് എന്ന് പറയുന്ന ആ ക്യാരക്ടർ. അന്ന് പറഞ്ഞ ആ അച്ഛൻ പറഞ്ഞൊരു ഡയലോഗ് അതിനകത്ത് കൃത്യമായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. വള്ളക്കാരെയും പള്ളിക്കാരെയും പിണക്കരുത് എന്ന്. അത് ഇന്ദുഗോപൻ എന്ന് പറയുന്ന ഒരു റൈറ്റർ ഈ ഞങ്ങളോടൊക്കെ ഇങ്ങനെ സംസാരിച്ച് പോയി. ഞങ്ങൾ രസകരമായിട്ട് ഞങ്ങളുടെ കഥകളൊക്കെ പറഞ്ഞു പോയി. ഈ മനുഷ്യൻ പിന്നെ പുസ്തകമാക്കി അത് ഞങ്ങളുടെ മുമ്പിൽ വന്നപ്പോഴാണ് ചിന്നക്കടയിൽ നാടകം കളിച്ചതും ഓടിയതും അതൊക്കെ അത് മനോഹരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇമാജിൻ ചെയ്തിട്ടുണ്ട് ഇന്ദുഗോപൻ അതിനകത്ത്. അത് മനോഹരമായിട്ട് അതിനെ വേറൊരു സ്പേസിലേക്ക് അതിനെ കൊണ്ടുവന്ന് ജ്യോതിഷം അത് ഗംഭീരമാക്കി എന്നൊക്കെ പറഞ്ഞു. സിനിമ നമ്മളിപ്പോൾ ചെയ്യുന്ന സമയത്ത് ഇപ്പം ഒരു 20 കൊല്ലം ആവുന്നു. 2005 തൊട്ട് 2025 അതിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ 19-18 ഒരുപാട് പടങ്ങൾ ചെയ്തു. അല്ലാത്ത സമയത്ത് പടങ്ങൾ ഇങ്ങനെ കുറച്ച് പടങ്ങൾ ഇങ്ങനെ നമ്പേഴ്സ് കമ്പാരിറ്റീവ് ആണേ. 18-19 കുറേ പടങ്ങളുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ശരിക്കും ഈ ഇപ്പോൾ
വെൻ യു ടോക്ക് അബൌട്ട് തിയേറ്റർ പറയും ഞങ്ങൾ നാടകം ചെയ്യാൻ തീരുമാനിച്ചു, ഞങ്ങൾ അങ്ങ് ചെയ്യുന്നു. ഓക്കെ, അവിടെ പട്ടിണി ഉണ്ടാകും, ബുദ്ധിമുട്ടുണ്ടാകും, പക്ഷേ യു ഹാവ് വേറൊരു പ്രോസസ്സാണ്. പക്ഷേ സിനിമ അങ്ങനെയല്ലല്ലോ. സിനിമയിൽ ഇപ്പോൾ പൊന്മാൻ വരുമ്പോൾ ജ്യോതിഷിൻ്റെ പടം, അപ്പം നാച്ചുറലി യു ആർ ഓൾസോ എ പാർട്ട് ഓഫ് ഇറ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൻ്റെ ഒരു എഫക്റ്റും കൂടെ അതിനകത്തുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഗ്രൂപ്പിൽ ഏറ്റവും നമുക്ക് ആ റോള് ഇയാൾ ഒരു ക്യാരക്ടർ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആൾക്ക് ചിലപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റണമെന്നുമില്ല. അപ്പം ആ ഒരു ഇതിൽ ഹൗ ഡു യു ലുക്ക് അറ്റ് ലൈക്ക് വർക്ക് വൈസ് ആസ് എൻ ആക്ടർ വെൻ യു ലുക്ക് അറ്റ് സിനിമ? ഇറ്റ്സ് എ പ്രൊഫഷൻ അല്ലേ, ഇറ്റ്സ് എ ബ്രെഡ് വിന്നർ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ. വർക്ക് വൈസ് സിനിമ എങ്ങനെയാണ്? സിനിമ നമ്മളുടെ അത്രയും നാടകത്തിൽ നമ്മൾ ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന കഷ്ടപ്പാടും പട്ടിണിയൊന്നുമില്ല. സാമ്പത്തികമായ ഭദ്രതയുണ്ട്. പിന്നെ തിരിച്ചറിയുന്ന മനുഷ്യരുടെ എണ്ണം കൂടുതലാണ്. നമ്മളെ കൂടുതൽ മനുഷ്യരുടെ മനസ്സിൽ അതെ അടയാളപ്പെടുത്താൻ പറ്റുന്നുണ്ട്. ഒരുപാട് മനുഷ്യർ നമ്മളുടെ കയ്യിൽ വന്ന് പിടിക്കുകയും കെട്ടിപ്പിടിക്കുകയും എനിക്ക് ആ ക്യാരക്ടർ കൊള്ളാം എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നത്. വരുന്ന വലിയൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ നമ്മുടെ നിലപാടിന് പ്രസക്തിയില്ല. സിനിമ വേറൊരു തരത്തിൽ ഒരു പ്രോജക്റ്റാണ്. ഒരു പ്രൊഡ്യൂസർ വേണം, ഡയറക്ടർ ഉണ്ടാവണം, ഡയറക്ടർക്ക് കൃത്യമായിട്ടുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടാവണം, കഥ അല്ലേ, മാർക്കറ്റിംഗ് എന്ന് പറയുന്ന തരത്തിലേക്ക് ഒരു നല്ലൊരു നടനെ അവിടെ കാസ്റ്റ് ചെയ്യേണ്ടതുണ്ട്, അദ്ദേഹത്തിന് ഡേറ്റ് കിട്ടേണ്ടതുണ്ട്. അത്രയൊക്കെ സംഭവിച്ചാൽ മാത്രമേ പിന്നെ ഉപകഥാപാത്രങ്ങൾക്കൊക്കെ സ്ഥാനമുള്ളൂ. അതെ അതെ. അപ്പം നമ്മൾ വലിയ നിലപാടൊന്നും പറഞ്ഞിട്ട് നമുക്കവിടെ പോകാൻ പറ്റില്ല. സാമ്പത്തികം വലിയൊരു ഘടകമാണ്. നേരത്തെ നമ്മളെ ആവശ്യമുണ്ടായിരുന്ന മനുഷ്യരിൽ നിന്ന് വിഭിന്നമായിട്ട് കൂടുതൽ മനുഷ്യർക്ക് നമ്മൾ ആവശ്യക്കാരായിട്ട് വരും. അതിൻ്റെ ആവശ്യം എന്നപോലെ ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ പോലും അതിൻ്റെ ഒരു ബേസിലാണ് ഉണ്ടാകുന്നത്. നമ്മൾ വേറൊരു തരത്തിൽ ആവശ്യമുണ്ടാകുന്ന ഇവിടെ ഇത് വരും. നമ്മൾ നാടകത്തെ സമീപിച്ച പോലെ ഒരിക്കലും നമുക്ക് സിനിമയെ സമീപിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. പിന്നെ കിട്ടുന്ന ക്യാരക്ടേഴ്സ് നമുക്ക് തരുന്ന വരുന്ന സാധ്യതകളെ ഏറ്റവും മനോഹരമായിട്ട് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. പിന്നെ ആദ്യകാലങ്ങളിൽ ഞാൻ നാടകം ഏറ്റവും മനോഹരമായിട്ട് വളരെ ഇതായിട്ട് ലഹരിയോടുകൂടി, ഇപ്പോഴും ആ ലഹരി പോയിട്ടില്ല, ആ ലഹരി വേറൊരു തരത്തിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നൊരു സമയത്ത് സിനിമ എന്ന് പറയുന്നതിനെ ഞാൻ അങ്ങനെ കണ്ടില്ല. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, എനിക്ക് സിനിമ കാണാനായിരുന്നു. പിന്നെ അങ്ങോട്ട് എനിക്കതുണ്ടായിരുന്നില്ല. ഈ ചിൽഡ്രൻസ് തിയേറ്ററും ഒക്കെ ആയിട്ട് ഞാൻ നിൽക്കുമ്പോഴും സിനിമ. അതുകൊണ്ടാണ് എനിക്ക് സയറ് കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ടാണ്, അപ്പം നാടകമാണ്, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വീണ്ടും വേറൊരാൾ വിളിച്ച് ചെയ്യാമെന്ന് ചോദിക്കുന്നത്. ചെയ്യാം. അങ്ങനെയാണ് ഷാജി സാറിൻ്റെ ഒരു പടം കുട്ടിസ്രാങ് ചെയ്യുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേന്, കാരണം അവിടെ എത്തിച്ചെല്ലുമ്പോൾ നമുക്ക് വേറൊരു തരം പരിഗണനയുണ്ടേ. അത് കഴിഞ്ഞപ്പോഴത്തേനാണ് മറ്റേ ജെയിംസ് ഏട്ടനോട് ഞാൻ അങ്ങോട്ട് ചോദിച്ചിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് ഒരു അഭിനയിക്കാൻ അവസരം തരണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതൊരു പ്രോജക്റ്റാണ് എന്നുള്ളതുകൊണ്ട് ജെയിംസ് ആൽബർട്ടെ, അങ്ങനെയാണ് ജെയിംസ് ആൽബർട്ട് ഇവിടം സ്വർഗമാണെന്ന് പറയുന്ന സിനിമയിൽ കുമാർ എന്നൊക്കെ പറഞ്ഞ് പേരിട്ടൊരു ക്യാരക്ടർ ഒരു കാര്യമില്ലാതെ അവിടെ കൊണ്ടുപോയി എന്നോടുള്ള ആ ഇഷ്ടം കൊണ്ടുവന്ന് വെച്ചതാണ്. റോഷനെ പോയി കാണുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് ചെയ്ത് പിന്നെയും അപ്പോഴത്തേന് ഞാനങ്ങ് മാറി വീണ്ടും നാടകത്തിൽ വന്നു. അപ്പോഴാണ് അന്നേ റസൂൽ എന്ന് പറയുന്ന സാധനം, ഉണ്ണിയണ്ണൻ, രാജീവ് രവി എന്ന് പറയുന്നൊരു ഡയറക്ടറുണ്ട്. ഞാൻ അതാരാ, രാജീവ് രവി അറിയത്തില്ലല്ലോ, പോയി കാണും എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തെ കണ്ടപ്പോഴാണ് അന്നേ റസൂൽ എന്ന് പറയുന്ന സിനിമ ചെയ്യുന്നത്. അതും കഴിഞ്ഞ് പിന്നെ അപ്പോഴത്തേന് ഈ ഹയർ സെക്കൻഡറിയുടെ കഥാർസിസ് എന്ന് പറയുന്ന കുട്ടികളുടെ നാടകമൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി. ശുദ്ധമത്തളം ഉണ്ടാകുന്നത് അവിടെയാണ്. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് ഹോംലി മീൽസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു കാരണക്കാരൻ
ബാസ്റ്റിൻ ജോണാണ്. ബാസ്റ്റിൻ ഈ പൊന്മാനകത്ത് ബാസ്റ്റിൻ്റെ പേരിലൊരു ക്യാരക്ടർ ഉണ്ട് അതിനകത്ത്. ഇന്ദുഗോപനൊക്കെ ആയിട്ട് നല്ല സൗഹൃദമാണ്. അപ്പോൾ ബാസ്റ്റിൻ എന്നെ വിളിച്ചു പറഞ്ഞു അനൂപ് കണ്ണനെ പോയി കാണണം ബാ എന്ന് പറഞ്ഞു. അങ്ങനെ ഇറ്റ്ഫോക്ക് കിടക്കുന്നിടത്തുനിന്ന് ഞാൻ നേരെ വന്ന് കണ്ടു. ഓക്കെ, ഇയാൾ ഹോംലി മീൽസിൽ നിന്ന് അതിന് നല്ല പ്രതികരണം വന്നപ്പോഴത്തേന് പിന്നെ ഇങ്ങോട്ട് ഇഷ്ടംപോലെ ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റി. എൻ്റെ ലൈഫിൽ അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ആഗ്രഹിച്ച് ചെയ്തിട്ടുള്ള കുറേ ഡയറക്ടേഴ്സ് ഉണ്ട്. സി വി മലയിൽ സാറ്, അദ്ദേഹത്തിന് അത് ഗംഭീരമായിട്ടുള്ളൊരു ക്യാരക്ടർ അത്. അതിനകത്തെ നരേന്ദ്രൻ എന്ന് പറയുന്നൊരു ക്യാരക്ടർ, ടി.എ. റസാഖ്, അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ഷൈൻ ടോപ്പ് ചാക്കോ ഒക്കെ. അങ്ങനെ കുറേ നല്ല മുഹൂർത്തങ്ങളുണ്ടായിരുന്നു. ജോഷി സാറിൻ്റെ സിനിമയുടെ ഭാഗമാകാനായിട്ട് പറ്റി. ആൻ്റണി, ജോസഫിനകത്ത് ചെറിയൊരു സ്പേസാണ്, എന്നാൽ പോലും എനിക്ക് ലൂക്ക ചെയ്യാൻ പറ്റി. ആശാൻ എന്ന് പറയുന്ന ക്യാരക്ടർ. പിന്നെ ഏറ്റവും അവസാനം വളരെ നന്നായിട്ട് ഈ സിനിമയിലും നമുക്ക് ഹോംവർക്ക് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ചെയ്ത ഒരു ക്യാരക്ടറാണ്. വേറൊരു രീതിയിൽ ഞാൻ ചെയ്തിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഈ ആസാദി എന്ന് പറയുന്ന സിനിമയിലെ പപ്പൻ എന്ന് പറയുന്ന ക്യാരക്ടർ. അത് ഭയങ്കര അതിനകത്തൊക്കെ തൃപ്തിയുണ്ട്. കാരണം ചില ക്യാരക്ടേഴ്സിനെ നമ്മൾ എനിക്കങ്ങനെ ചെയ്യാൻ ഇഷ്ടമാണ്. വെറും രൂപത്തിൽ ഇയാളെ നമുക്ക് ഇങ്ങനെ ആക്കാം എന്നതിനും അപ്പുറത്തേക്ക് ഇയാളെ നമുക്ക് പ്രയോജനപ്പെടുത്താമെന്ന് പറയുന്നത് അങ്ങനെ ഒരു നടൻ്റെ സാധ്യതകൾ, ആക്ടിങ് സാധ്യതകൾ, അഭിനയ സാധ്യതകളുടെ അപ്പുറത്തേക്ക് ഈ നമ്മുടെ ലുക്ക് നമുക്ക് ക്യാരക്ടേഴ്സ് കിട്ടാനുള്ള ഒരു സ്പേസ് ആവുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഇപ്പോൾ വെൻ ഐ സീ യുവർ റോൾസ്, മോസ്റ്റ് ഓഫ് ദ ടൈം ഇറ്റ്സ് നോട്ട് അബൌട്ട് വാട്ട് യു ക്യാൻ ഡു, വാട്ട് യുവർ ഫിസിക്, വേർ യുവർ ലുക്ക് എവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഒരു വില്ലൻ ലുക്ക് ഉണ്ട്, അപ്പം പിന്നെ എന്നാ വില്ലനാക്കാം എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഈ ക്യാരക്ടറിന് ഈ വ്യക്തിക്ക് ഒരു നടനെന്ന നിലയിൽ എന്തെല്ലാം പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സാധ്യത സിനിമയിൽ മിസ്സിങ് ആവുന്നത് പോലെ, അല്ലെങ്കിൽ ഹാവ് യു ഫേസ്ഡ് സച്ച് സിറ്റുവേഷൻസ്? ഉണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ പ്രയോജനപ്പെടുക എന്ന് പറയുന്നൊരു കാര്യം സിനിമയെ സംബന്ധിച്ച്. കാരണം സിനിമ നമ്മുടെ പ്രോജക്റ്റല്ല, ഡയറക്ടറുടെ കാഴ്ചപ്പാടാണ്. അതൊക്കെ അത്രയും മതി. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മളിവിടെ പോയിരുന്ന് നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളും ആശയങ്ങളും ഉണ്ടാവും. അതൊന്നും കൊള്ളാം, പക്ഷേ ഇവിടെ വേണ്ട എന്ന് പറയുന്ന എന്നുവെച്ചാൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്ടറോട് ഞാൻ ഇങ്ങനെ ഒന്ന് കാര്യം ചെയ്തോട്ടെ എന്നൊക്കെ ചോദിക്കാം എന്ന് പറയുന്നുണ്ടെങ്കിലും സിനിമ അദ്ദേഹത്തിനാണ്, ടോട്ടൽ അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. അദ്ദേഹമാണ് ഡിസൈഡ് ചെയ്യുന്നത് വേണം വേണ്ട എന്നുള്ളത്. സിനിമയ്ക്ക് ഇപ്പം ഇത്രയും അഞ്ജലിയുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രെയിം മതി, ഇപ്പുറത്തിരിക്കുന്നത് ഞാൻ വേണ്ട. മാത്രമല്ല വിഷ്വൽ ഇമ്പാക്റ്റ് എന്ന് പറയുന്ന ഒരു ഏരിയ കാര്യമുണ്ട്, മാർക്കറ്റ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്, ഇതെല്ലാം കൂടി ചേർന്നൊരു കാര്യമാണ്. നാടകത്തിൽ അങ്ങനെയല്ല. അതിനകത്ത് നമുക്ക് കുറച്ചുകൂടെ വേറൊരു രീതിയിൽ കാര്യങ്ങളുണ്ട്, ബെറ്റർ ആക്കാൻ പറ്റും. ഇവിടെയും ഷൂട്ടിംഗ് സമയത്ത് ചിലപ്പം ചില കാര്യങ്ങൾ ചിലപ്പോൾ ഡയറക്ടർക്ക് തന്നെ വേറൊരു തരം ഇതിങ്ങനെ ഒന്ന് ചെയ്തു ഉള്ളൂ, അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നന്നായിരിക്കും അവിടെ, അങ്ങനെയുണ്ട്, ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ ചില സീനുകളിലേക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ഡയലോഗ് പറയാൻ വേണ്ടിയിട്ട് എന്നെ തിരിച്ചു വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം ചെയ്യുന്നത് ലുക്ക് അത്ര മതി എന്നുവെച്ചാൽ സിനിമയിൽ നടൻ എന്ന് പറഞ്ഞാൽ ഒരു ചലിക്കുന്ന ഇമോഷൻ മാത്രമാണ്. ഇത് ചലിക്കാത്ത ഇമേജാണ് അല്ലേ? ഇമോഷൻസ് ഉള്ള ചലിക്കുന്ന ഇമേജുകളാണ് നടന്മാർ. ഈ നടനെ എങ്ങനെ കാണണമെന്ന് തീരുമാനിക്കുന്നത് സംവിധായകനാണ്. ഇപ്പം നമ്മൾ രണ്ടുപേരും ഇപ്പോൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് മേളിൽ നിന്ന് കാണണോ സൈഡിൽ നിന്ന് കാണണോ എന്നുള്ളത് സിനിമ
ഷോർട്ട് ഡിവിഷനിൽ തീരുമാനിച്ചു കഴിഞ്ഞു. അതിന്റെ വിഷ്വൽ ഇമ്പാക്റ്റിന്റെ അകത്ത് നമ്മൾ ഓൾറെഡി ലിമിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പം നമ്മളിവിടെ ചലിക്കുന്ന ഇമോഷനുള്ള ചലിക്കുന്ന ഇമേജുകളാണെന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഒരു പാത്രം മുകളിൽ നിന്ന് കാണുകയും അങ്ങനെ ഒരു ഇതുണ്ട്. ഇനി ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻകൺസിസ്റ്റൻസി നമ്മൾ ആർട്ടിസ്റ്റുകളാകുന്ന സമയത്ത് ഫിനാൻഷ്യൽ ഇൻകൺസിസ്റ്റൻസി എപ്പോഴും ഒരു ചലഞ്ചിങ് സിറ്റുവേഷൻ ഉണ്ടാക്കാറുണ്ടല്ലോ. അത് എങ്ങനെയാ തരണം ചെയ്യാറ്? പിടിച്ചു മേടിക്കും. അങ്ങനെയൊന്നുമില്ല. പണ്ടായിരുന്നു പൈസ കൊടുക്കാതിരിക്കുക എങ്ങനെ കേട്ടിട്ടുള്ളത്. വർക്ക് വരാതിരിക്കുകയും ഒരു ഏരിയ ഉണ്ടല്ലോ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു സിനിമ ഒരു മനുഷ്യൻ്റെ പ്രോജക്റ്റാണ്. അപ്പോൾ അവിടെ അദ്ദേഹം പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തിലകനെ പോലെ ഒരു നടനായിരിക്കും. അപ്പം ഇപ്പോൾ പൊന്മാൻ എന്ന് പറയുന്ന സിനിമ എൻ്റെ അടുത്ത സുഹൃത്തിൻ്റെ അവൻ്റെ പ്രോജക്റ്റാണ്. അതിൻ്റെ തുടക്കം മുതലുണ്ട്. പക്ഷേ എനിക്ക് വന്നു പോകുന്ന 2 ചെറിയ കഷ്ണ സീനേ ഉള്ളൂ. കാരണം അവിടെ ജ്യോതിഷിൻ്റെ പ്രോജക്റ്റാണ്. ജ്യോതിഷ് പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിച്ച ഞങ്ങളുടെ അന്നത്തെ പ്രായത്തിലുണ്ടായിരുന്ന സാധ്യതയുള്ള ആളുകളെയാണ്. അപ്പോൾ പിടിച്ചു വാങ്ങുന്ന പോലെ പിടിച്ചു നിൽക്കണമല്ലോ. അപ്പോൾ എങ്ങനെയാ ജീവിതം പിടിച്ചു നിർത്തുന്നത് സാമ്പത്തികമായിട്ട്? സാമ്പത്തികമായിട്ട് ഒന്ന് ഭാര്യയ്ക്ക് ജോലിയുണ്ട്, അവളുടെ ഒരു സഹായം എനിക്കുണ്ട്, ധൈര്യം നമുക്ക് തരുന്ന ധൈര്യമുണ്ട്, പിന്നെ നാടകം കളിക്കാം. അങ്ങനെ ഒരു ധൈര്യം എനിക്കുണ്ട്. അത് നാടകം തന്ന ധൈര്യമാണ്. എങ്ങനെ അറിഞ്ഞാലും ഞാൻ 4 കാലം വീഴും. തിയേറ്റർ തെരുവിൽ ഞാൻ തെരുവിൽ നാടകം കളിച്ച് വളർന്നതാണ്. തെരുവിൽ സമരം ചെയ്ത് വളർന്നിട്ടുണ്ട്. ആ കരുത്തൊക്കെ എനിക്ക് നാടകം നിന്നിട്ടുള്ള കരുത്താണ്. എന്താ പറയുക, ഈ തെരുവിലിറങ്ങി നിന്ന് കഴിഞ്ഞാൽ ഒരു 10 മനുഷ്യരുടെ കൈ കോർത്ത് പിടിക്കാൻ, അവിടെ നാടകം ഉണ്ടാക്കാൻ എനിക്കറിയാം. അതിൻ്റെ കോൺഫിഡൻസ് ഉണ്ട്. ഭയങ്കര അതിൻ്റെ ഒരു തൻ്റെ ഇടം എന്ന് പറയാം. അത് പറയുമ്പോൾ കൊല്ലത്തെ നാടക കൾച്ചറും കലാകേന്ദ്രവും കൂടി ഒന്ന് അഞ്ചൻ ഇങ്ങോട്ട് വരാനുണ്ട്. നിങ്ങൾക്ക് നാടകം കളിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനിയിപ്പോൾ കൊല്ലത്തെ നാടക പ്രവർത്തകർ തീർന്നു ഒന്നുമല്ല. കൊല്ലത്ത് നീരാവിൽ പ്രകാശ് കലാകേന്ദ്രം എന്ന് പറയുന്നൊരു സ്പേസ് ഉണ്ട്. സെൻറ്റർ ഫോർ പെർഫോമിംഗ് ആർട്സിൽ ഇപ്പോൾ കോഴ്സൊന്നുമില്ല. പക്ഷെ ഞങ്ങൾക്ക് ശേഷം വന്നിട്ടൊരു വലിയൊരു തലമുറയുണ്ട്. കലാകേന്ദ്രം എന്ന് പറയുന്നത് ഇന്ന് തെക്കൻ കേരളത്തിൽ ഏറ്റവും വലിയ സംഘാടകരാണ്. അപ്പം മോന്തായം എന്ന് പറയുന്നൊരു ടീം അവിടെ നിന്ന് മാറിയെങ്കിലും അതിലും വലിയ പാരമ്പര്യമുള്ള 60-69 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു വലിയൊരു പ്രസ്ഥാനമാണ് നീരാവിൽ പ്രകാശ് കലാകേന്ദ്രം. അത് രസം എന്താ പറഞ്ഞാൽ, അത് ഉണ്ടായത് തന്നെ നാടകം കളിക്കാൻ വേണ്ടിയിട്ടാണ്. തൊട്ടപ്പുറത്തുള്ളൊരു ക്ലബ്ബുണ്ട്. ആ ക്ലബിൽ PJ ആൻ്റണിയുടെ ഇൻകിലാബിൻ്റെ മക്കൾ നാടകം എടുത്തപ്പം അതിനകത്ത് നായകനായിട്ട് അഭിനയിപ്പിച്ചില്ല എന്നും പറഞ്ഞുകൊണ്ട് പിണങ്ങി ഇറങ്ങി ഒരു ടീം നാടകത്തിൽ അഭിനയിക്കാൻ അവസരം കിട്ടാത്ത ഒരു ടീം പിണങ്ങി ഇറങ്ങി തുടങ്ങിയതാണ് ഈ പ്രകാശ് കലാകേന്ദ്രം എന്ന് പറയുന്ന സാധനം. അതിന്ന് എൻ്റെ ഒരു രസം എന്താ പറഞ്ഞാൽ, ഞാൻ ഡൽഹിയിൽ HRDയുടെ ഇൻ്റർവ്യൂവിന് പോയപ്പോഴത്തേന് ഞാൻ പറഞ്ഞു ഞാൻ കൊല്ലത്ത് നിന്നാണെന്ന് പറഞ്ഞപ്പോഴത്തേന് കൊല്ലം നീരാവിൽ പ്രകാശ് കലാകേന്ദ്രം അതന്നെ ഞാൻ അവിടെ കൊണ്ട് പറഞ്ഞ് അത് അവിടെ ഒരു 3-4 ദിവസം മുമ്പ് ഞാൻ അവിടെ പോയിരുന്നു. അവിടെ പോയപ്പോൾ എനിക്കെന്തോ ഞാൻ എടുത്തുകൊണ്ട് നടന്ന മക്കളൊക്കെ വലുതായി. ഇപ്പം ഇത്രയുള്ള കീക്കിരി പോലെയുള്ള ഒരു 10-20 എണ്ണം വന്ന് അവിടെ വന്ന് മണ്ണ് ശരിയാക്കൽ, ഓണത്തിന് വേണ്ടിയിട്ടുള്ള ചെത്തി വൃത്തിയാക്കൽ, വേറൊരു തരത്തിൽ നാടകം പ്രാക്ടീസ് ചെയ്യുന്നു, വേറൊരു ശക്തമായ സ്ത്രീ സാന്നിധ്യമുള്ള അല്ലെങ്കിൽ നാടകം സാന്നിധ്യമുള്ള സ്ഥലമാണ്. അവരാണ് ശ്രീജിത്ത് വന്നിട്ട് തീണ്ടാരിപ്പച്ച എന്ന് പറയുന്ന നാടകം
ചെയ്തതും അത് കണ്ടിരുന്നതാണ്. അത് ഗംഭീരമായിട്ടുള്ള, അത് മുഴുവൻ സ്ത്രീകളാണ്. ഭയങ്കര അഭിമാനമാണ് കൊല്ലത്തുകാർക്ക്, കൊല്ലത്തെ മുഴുവൻ ആളുകൾക്കും. അവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും എല്ലാ സ്ഥലത്തു നിന്നും പല മനുഷ്യർ വരും. നാടകപ്രവർത്തകർ വന്നു കഴിഞ്ഞാൽ ഒരു പായും വിരിച്ചിട്ട് അവിടെ കിടന്നുറങ്ങാൻ പറ്റുന്ന എല്ലാ സെറ്റപ്പും അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഭക്ഷണം ഏത് വീട്ടിലാണെങ്കിലും ചെന്ന് കയറിയിട്ട് ഞാൻ കലാകേന്ദ്രത്തിൽ വന്നതാണ്, എനിക്ക് ഇത്തിരി ചോറ് വേണമെന്ന് പറഞ്ഞാൽ അടുക്കള വശത്ത് ഇട്ട് വന്നു പറയും. അത് അടുക്കളയിലോട്ട് കയറി ചെല്ലാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ. ഇപ്പോൾ ജ്യോതിഷൊക്കെ അവിടെ എല്ലാ ആൾക്കാരും ജ്യോതിഷൊക്കെ അവിടെ വന്നു കഴിഞ്ഞാൽ പ്രിൻസിൻ്റെ വീട്ടിലെ അടുക്കളയിൽ പോയി അവനിഷ്ടമുള്ള മീൻ തിന്നുക, ഇല്ലെങ്കിൽ വിളിച്ച് പറഞ്ഞിട്ട് വരും, നമുക്ക് കായൽ മീൻ അഷ്ടമുടിക്കായലിൻ്റെ തീരത്തും കൂടെ. അപ്പോൾ അതൊരു വലിയൊരു സംഘാടകരാണ്. അവിടെ തന്നെ ഇഷ്ടംപോലെ ഈ ഇതല്ലാതെ ഇതുമായി ഈ പ്രകാശ് കലാകേന്ദ്രം മാത്രമല്ല, അതല്ലാതെ തന്നെ മാറി നിന്ന് പ്രവർത്തിക്കുന്ന വലിയ നാടക കൂട്ടം അവിടെയുണ്ട്. പിന്നെ പ്രൊഫഷണൽ നാടകത്തിൻ്റെ ഒരു ഈറ്റില്ലം എന്ന് പറയുന്ന രീതിയിൽ കൊല്ലം അൻസർ ലോഡ്ജ് എല്ലാവർക്കും പരിചയമുള്ള ഒരു അഡ്രസ്സാണ്. പണ്ട് അൻസർ ലോഡ്ജിലായിരുന്നു നാടകങ്ങളുടെ കേന്ദ്രം. അപ്പം അങ്ങനെയൊക്കെയുണ്ട്. പിന്നെ കലകൾ കൊണ്ട് സമ്പന്നമായിട്ടുള്ള ഇടമാണ് അഷ്ടമുടിക്കായലിൻ്റെ തീരം എന്ന് പറയുന്നത്. കേരളത്തിലെ, ഞാൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ ഏറ്റവും കൂടുതൽ കലാകാരന്മാരുള്ള സ്ഥലമാണ് ഒരു പ്രദേശത്ത്. അതായത് നമ്മൾ കൊല്ലം എന്ന് കേൾക്കുമ്പോൾ എപ്പോഴും ഈ കൊല്ലം കണ്ട ഇല്ലം വേണ്ട എന്നുള്ള ചൊല്ലാണല്ലോ. കൊല്ലം കണ്ട ഇല്ലം വേണ്ട എന്ന് പറയുന്നതിൻ്റെ ചൊല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൊല്ലത്ത് വന്നു കഴിഞ്ഞാൽ പണിക്ക് ദാരിദ്ര്യമില്ല എന്നുള്ളതാണ്. കാരണം മത്സ്യത്തൊഴിലാളി, കൊല്ലത്തിന് 3 മണവും ഒരു ചോരയുമാണെന്നാണ് പറയുന്നത്. മത്സ്യബന്ധന മേഖല, അവിടെ നിന്ന് നേരെ അഴുക്കത്തൊണ്ടിൻ്റെ മണം, അതായത് കയർ മേഖല, മേളിലോട്ട് കയറി കഴിഞ്ഞാൽ കശുവണ്ടി മേഖല. അപ്പം കൊല്ലത്തുള്ള ഏതൊരു കുടുംബക്കാരുടെയും കൈ മണത്ത് നോക്കിക്കഴിഞ്ഞാൽ അണ്ടിയാപ്പീസി പണിക്ക് പോകാത്ത ആരും കാണത്തില്ല. കായലിൻ്റെ തീരം മുഴുവനും കയർ മേഖലയായിരുന്നു. റാട്ടിൻ്റെ ശബ്ദമായിരുന്നു പണ്ട്. ഞങ്ങൾ ഇപ്പോഴാണ് അതൊക്കെ നിന്ന് പോയത്. റാട്ട് കറക്കുന്ന സൗണ്ടായിരുന്നു മൊത്തം. കയറിൻ്റെ മണവും അഴുക്കത്തൊണ്ടിൻ്റെ മണവും. പിന്നെ മത്സ്യത്തൊഴിലാളി അറിയാമല്ലോ. അപ്പോൾ ഇത് ജ്യോതിഷ് ഇത് രണ്ടും ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അണ്ടിയാപ്പീസ്. അപ്പോൾ അത് പക്ഷേ തൊഴിലാളികളുടെ ചോരയാണ്. അതാണ് പറഞ്ഞത്, ഒരു ചോരയാണെന്ന് പറയുന്നത്. അപ്പോൾ തൊഴിലാളി വർഗത്തിൻ്റെ ഹബ്ബായിരുന്നത് കൊണ്ടാണ് കൊല്ലം കണ്ടാൽ, കാരണം പണിയുണ്ട്. അങ്ങനെ താങ്ക് യു സോ മച്ച്. ഇനി വേറെ ഒന്നും ചോദിക്കാനില്ല. നിർത്തട്ടെ, വേറെ ഒന്നും ചോദിക്കാനില്ല. ചോദിച്ചാൽ നീണ്ടു പോകുന്ന അറിയാം. അതുകൊണ്ട് നമുക്ക് പ്രേക്ഷകരോടൊരു കാര്യം, സത്യം പറഞ്ഞാൽ എനിക്ക് ഇൻ്റർവ്യൂവിന് പോയിരിക്കുക, എന്തെങ്കിലും പറയുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര നാണക്കേടുണ്ട്. പക്ഷേ അല്ലാതെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഞാൻ ഏറ്റവും നന്നായിട്ട് സംസാരിക്കും. അപ്പോൾ അഞ്ജന ഇങ്ങനെ നിർബന്ധിക്കുന്നു, നിങ്ങൾ വീട്ടിൽ വരുന്ന സമയത്ത് അവിടെ എല്ലാവരും കൂടെ കൂടുമ്പോഴത്തേന് നിങ്ങളെന്തോരം കാര്യങ്ങളാണ് പറയുന്നത്, എന്നാൽ പിന്നെ നമുക്ക് ഒരു ഇൻ്റർവ്യൂ തരപ്പെടുത്താമെന്നൊക്കെ പറഞ്ഞ് ഒരു 3-4 മാസമായിട്ട് ഇങ്ങനെ കുരുക്കി നിന്ന് എനിക്കൊരാവശ്യം വന്ന് ഞാൻ അഞ്ജനെ വിളിച്ചപ്പോഴത്തേനാണ് അഞ്ജന നൈസിൽ ഇൻ്റർവ്യൂവിൻ്റെ കാര്യമായിട്ട് എന്നെ ചൂണ്ടക്കിട്ട് പിടിച്ച് ഇത് ചെയ്താൽ അത് തരാമെന്ന് പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്ത് എന്നെ വിളിയിരുത്തിയിരിക്കുകയാണ്. ഇൻ്റർവ്യൂ നന്നായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റ് എനിക്കും. ചോദിച്ച് അത് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ചോദ്യം ചോദിച്ച ആളുടെ ആയിക്കോട്ടെ. അപ്പൊ താങ്ക് യു സോ മച്ച്. കഥകൾ ഇനി ഒരുപാട് പറയാനുണ്ട്. അത് ഇന്റർവ്യൂവിലൂടെ തന്നെ പറയണമെന്നില്ലല്ലോ. കഥകളെ നമുക്ക് കലയായി പുറത്തേക്ക് കൊണ്ടുവന്ന് നമുക്ക് നാടകമാക്കാം, സിനിമയാക്കാം. അപ്പോൾ ആഗ്രഹിക്കുന്ന എല്ലാ സ്വപ്നങ്ങളും ഒരുപാട് നാടകം ചെയ്ത്, ഒരുപാട് സിനിമകൾ ചെയ്ത്, ഒരുപാട് ഇപ്പം ഈ പറഞ്ഞ പോലെ വിശേഷം അശേഷമായി തന്നെ മുന്നോട്ട് പോയി ഹാപ്പി ആയിട്ടിരിക്കട്ടെ. താങ്ക് യു. അപ്പോൾ കണ്ടിന്യൂ വാച്ചിങ് മലബാർ ചാനൽ. അപ്പോൾ മലബാർ ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ
സ്നേഹം പങ്കുവയ്ക്കുന്നു എല്ലാവർക്കും. താങ്ക് യു.